അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ വോയിസ് ഓഡിബിൾ ആണോ? ഓക്കെയാണ് സാർ. ഓക്കെ. സ്ക്രീൻ ഓക്കെ അല്ലേ? ഓക്കെയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. اللهم ربي يسر ولا تعسر. ربي زدنا علما وحلما وفهما وعقلا وأدبا وحسنا وإيمانا كاملا. ورب تمم بالخير والسعادة. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ പ്രിയം നിറഞ്ഞ നെറ്റ് പഠിതാക്കളെ, റൈറ്റ് അക്കാദമി സംഘടിപ്പിക്കുന്ന നെറ്റുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റിവിഷൻ സെഷന്റെ രണ്ടാമത്തെ പാർട്ടിലാണ് നമ്മളുള്ളത്. സ്ക്രീൻ പോയോ? സാർ സ്ക്രീൻ പോയായിരുന്നു. ചെക്ക്. സ്ക്രീൻ റെഡി ആവട്ടോ. ഡെയിലി കറണ്ട് പോയതാണ്, വൈഫൈ കണക്ട് ചെയ്യാനുണ്ട്. സ്ക്രീൻ ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇൻഷാ അല്ലാഹ്. രണ്ടാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. രണ്ടാം യൂണിറ്റ് നമുക്കറിയാം നെസറാണ് അതിൽ വരുന്നത്. ജാഹിലിയ കാലഘട്ടത്തിലെയും ഉമവി അബ്ബാസി എന്നീ കാലഘട്ടങ്ങളിൽ നെസറിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അതിൽ മക്കാമ എന്നുള്ള രണ്ട് ആളുകളെ കുറിച്ച് അബ്ദുറഹ്മാൻ അഹമ്മദാനിയെയും ഹരീരിയെ കുറിച്ചും പഠിക്കാനുണ്ട്. റസായിലുകൾ പഠിക്കാനുണ്ട്. കൂട്ടത്തിൽ രണ്ട് പുസ്തകങ്ങളും പരിചയപ്പെടാനുണ്ട്. ഇഫലീല വലയിലെയും അതുപോലെയുള്ള പ്രധാനപ്പെട്ട രണ്ട് പുസ്തകങ്ങൾ. പക്ഷെ നമ്മൾ ഡിസ്കഷനിൽ കിടക്കാണ്. ഒന്നാമത്തെ ചോദ്യം, സൂറത്തുൻ ദക്കറ ഫിഹാ ഇസ്മു സ്വഹാബി സെയ്ദ് ബിൻ ഹാരിസ ബിസ്വറാഹ. ഖുർആനിൽ പരാമർശിക്കപ്പെട്ട ഏക സ്വഹാബി വര്യനാണ് സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു. ഏത് സൂറത്തിലാണ് അദ്ദേഹത്തെ കുറിച്ച് പരാമർശം വന്നിട്ടുള്ളത് എന്നാണ് ചോദ്യം. എല്ലാവരും ആൻസർ ചെയ്യണം കേട്ടോ, തെറ്റിയാലും പ്രശ്നമൊന്നുമല്ല. നമുക്ക് നോക്കാം. ഓപ്ഷൻ ബി തന്നെയാണ് ആൻസർ അല്ലെ? എല്ലാവരും പറഞ്ഞത് ശരിയാണ്. സൂറത്തുൽ അഹ്സാബിലാണ് സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹുവിനെ കുറിച്ചുള്ള പരാമർശം വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ചോദ്യം,
റത്തിബ് അൽ ഉദബ അൽ മദ്കൂരിൻ അദ്നാഹു ഹസ്ബ തവാരീഖി വഫാത്തിഹി. മരണ ഓർഡർ അനുസരിച്ച് താഴെ തന്നിരിക്കുന്ന സാഹിത്യകാരന്മാരെ ക്രമീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മരണ ഓർഡർ അനുസരിച്ചിട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. വ്യത്യസ്തമായ ആൻസറുകൾ വരുന്നുണ്ട്. ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഒന്നാമത്തെ ജാഹിദാണ്. നമുക്കറിയാം ജാഹിദ് ഹിജറ 159 ജനിച്ച് 255 ജാഹിദ് മരണപ്പെടുന്നത്. ശേഷം ബദിഉസ്സമാൻ അൽ ഹമദാനിയാണ്. ഹിജറ 358 ജനിച്ച് 398 അദ്ദേഹം മരണപ്പെടുന്നത്. അടുത്ത ആള് ഹരീറിയാണ്. 446 ഹിജറയിൽ ജനിച്ച് 516 ഹിജറയിലാണ് മരണപ്പെടുന്നത്. ഖാദി അൽ ഫാദിൽ 526 ജനിച്ച് 596 മരണപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഈ രൂപത്തിൽ മനസ്സിലാക്കിയാൽ മതി. ഇതിൽ നിങ്ങൾ ഒന്നിൽ ആൻസർ ചെയ്യാൻ ഒന്നുകൂടി എളുപ്പമാണ്. ഈ ക്വസ്റ്റ്യൻ തെറ്റേണ്ട ഒരു ആവശ്യമില്ല. കാരണം ജാഹിദാണ് ആദ്യം എന്നുള്ളത് ഐഡിയ ഉണ്ടെങ്കിൽ ഓപ്ഷൻ ഡിയിലേക്ക് പെട്ടെന്ന് എത്താം. കാരണം ഓപ്ഷൻ 3 ആദ്യം വരുന്നത് ഓപ്ഷൻ ഡിയിൽ മാത്രമാണ്. ഓക്കെ, ചില ചോദ്യങ്ങളിൽ, ഇത്തരം ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരാളെ കുറിച്ച് ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനുകളും ഇറക്ക് ഉണ്ടാവാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം നമുക്ക് നോക്കാം. حدث التاريخ أنه كان ينظر في أوراق من كتاب لم يعرفه نظرة واحدة ثم يؤدي ما فيها لا يخرم منه حرفا. ചരിത്രം പറയുന്നത് അദ്ദേഹം ഒരു പുസ്തകത്തിന്റെ പേജിലേക്ക്, താളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ അത് മുഴുവൻ ഹൃദയസ്ഥമാക്കുമെന്നുള്ളതാണ്. ثم يؤدي ما فيها لا يخرم منه حرفا. ഒരു ഹർഫ് പോലും അതിൽ നിന്നുണ്ടാവുകയില്ല, വിട്ടുപോകില്ല, വീണുപോകില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇത് ആരെക്കുറിച്ച് പറയപ്പെടുന്ന വിശേഷണമാണ് എന്നാണ് ചോദ്യം. ഹരീരി, ബദിഉസ്സമാൻ അൽ ഹമദാനി, ജാഹിദ്, അസ്സമഖ്ശരി. ഇത് ആരെക്കുറിച്ച് പറയുന്നതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ബദിഉസ്സമാൻ അൽ ഹമദാനി, ഹരീരി, ബദിഉസ്സമാൻ അൽ ഹമദാനി, ജാഹിദ്, സമഖ്ശരി എന്നിങ്ങനെയാണ്. നമുക്ക് നോക്കാം. ബദിഉസ്സമാൻ അൽ ഹമദാനിയെ കുറിച്ചാണ് ഈ പരാമർശം. അദ്ദേഹം എന്തായിരുന്നു? അപാരമായ ബുദ്ധിശക്തിയുടെ, ഓർമ്മശക്തിയുടെ ഒക്കെ ആളുകൂടിയായിരുന്നു ആര്? ബദിഉസ്സമാൻ അൽ ഹമദാനി എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഒരു പുസ്തകം വായിച്ചാൽ, ഒരു പേജ് വായിച്ചു കഴിഞ്ഞാൽ അത് ഒറ്റ വായനയിൽ, ഒറ്റ നോട്ടത്തിൽ എന്താണ് മുഴുവനായി ഹൃദയസ്ഥമാക്കുമായിരുന്നു എന്ന് പറയുന്നു. നെക്സ്റ്റ് ചോദ്യം. ലൈസ മിൻ മഖാമാത്തിൽ ഹരീരി. എല്ലാവരും ആൻസർ പറയണേ. ലൈസ മിൻ മഖാമാത്തിൽ ഹരീരി. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് അൽ മഖാമത്തുൽ മക്കിയ, അൽ മഖാമത്തുൽ തുർദിയ, അൽ മഖാമത്തുൽ അഹ്വാസിയ, അൽ മഖാമത്തുൽ ഷിറാസിയ എന്നുള്ളതാണ്. ഇത് നമുക്ക് നോക്കാം. ഓപ്ഷൻ ബി ആണ് ആൻസർ. അത് ഇദ്ദേഹത്തിൻ്റെതല്ല. മറ്റു 3 മക്കാമുകൾ, മക്കാമത്തുൽ മക്കിയ, മക്കാമത്തുൽ അഹ്വാസിയ, മക്കാമത്തുൽ ഷിറാസിയ ഒക്കെ ആരുടേതാണ്? മക്കാമത്തുൽ ഹരീരിയുടേതാണ്. ഹരീരിക്ക് 50 മക്കാമുകളാണ് ഉള്ളത്. ഓക്കെ, ഹരീരിക്ക് 50 മക്കാമുകളാണ് ഉള്ളത്. മക്കാമത്തുൽ ഖുർദിയ ബദിഉസ്സമാൻ അൽ ഹമദാനിയുടേതാണ്. ഹമദാനിക്ക് 400ഓളം മക്കാമുകളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ അത് 51 അല്ലെങ്കിൽ 53 മക്കാമുകൾ എന്തായിട്ടുള്ളൂ?
കണ്ടെടുക്കാൻ പറ്റിയിട്ടുള്ളൂ എന്നുള്ളതാണ്. ബാക്കിയൊക്കെ എന്തായിട്ടുണ്ട്, നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. കാലചക്രത്തിനിടയിൽ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്, നഷ്ടമായി പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഇതൊക്കെ ഓർത്തു വെക്കുക. മക്കാമത്തുൽ മക്കിയ, മക്കാമത്തുൽ അഹ്വാസിയ, മക്കാമത്തുൽ ഷിറാസിയ, ഇവയൊക്കെ ഹരീരിയുടെ മക്കാമുകളാണ്. നെക്സ്റ്റ് ചോദ്യം, കാരണം ഖാദി അൽ ഫാദിൽ ഹുവ വസീറൻ. ഖാദി ഫാദിൽ ആരുടെ മന്ത്രിയായിരുന്നു? സുൽത്താൻ സലാഹുദ്ദീൻ അൽ അയ്യൂബി, സുൽത്താൻ മുഹമ്മദ് അൽ ഗസ്നവി, ഖലീഫ അൽ മുഅ്തസിം, അൽ അമീർ ഇസ്സുദ്ദീൻ. ഇതിൽ ആരുടെ മന്ത്രിയായിരുന്നു ഖാദി അൽ ഫാദിൽ എന്നാണ് ചോദ്യം. അബു അലി അബ്ദുറഹീം അൽ ബൈസാനി എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്, ഖാദി അൽ ഫാദിലിന്റെ. അദ്ദേഹം ആരുടെ മന്ത്രിയാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി, സുൽത്താൻ മഹ്മൂദ് അൽ ഗസ്നവി, ഖലീഫ അൽ മുഅ്തസിം, അൽ അമീർ ഇസ്സുദ്ദീൻ. ഇവരിൽ ആരുടെ മന്ത്രിയായിരുന്നു ഖാദി അൽ ഫാദിൽ എന്ന് പറയുന്നത്? അല്ലെ, മുജീറുദ്ദീൻ അബ്ദുറഹീം, അബു അലി അബ്ദുറഹീം അൽ ബൈസാനി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഓക്കെ, സലാഹുദ്ദീൻ അയ്യൂബിയുടെ മന്ത്രിയായിരുന്നു അല്ലെ, സലാഹുദ്ദീൻ അയ്യൂബിയുടെ മന്ത്രിയായിരുന്നു ഖാദി അൽ ഫാദിൽ. സലാഹുദ്ദീൻ അയ്യൂബി തന്നെ പറയുന്നുണ്ട് എന്ത്, ലാ തളന്നു അന്നി ഫതഹ്തുൽ ബിലാദ ബിൽ അസാകിരി ഇന്നമാ ഫതഹ്തുഹാ ബിൽ ഖലമി ഖാദി അൽ ഫാദിൽ. ഞാൻ ദേശങ്ങൾ ജയിച്ചടക്കിയത് എന്റെ വാളിന്റെ ശക്തി കൊണ്ടല്ല, മറിച്ച് ഖാദി ഫാദിലിന്റെ പേനയുടെ ശക്തി കൊണ്ടാണ് എന്ന് പിന്നീട് ആര് സാക്ഷ്യം പറയുന്നുണ്ട്? സലാഹുദ്ദീൻ അയ്യൂബി തന്നെ ഖാദി അൽ ഫാദിലിന്റെ മഹത്വത്തെ അംഗീകരിച്ച് പറയുന്നുണ്ട്. നെക്സ്റ്റ് ചോദ്യം, ദുവ്വനുൽ ഹദീസ് ഷരീഫ് അവലൻ. ഏത് നൂറ്റാണ്ടിലാണ് ആദ്യമായി ഹദീസ് ക്രോഡീകരണം നടന്നത് എന്നുള്ളതാണ് ചോദ്യം. അൽ ഖർനു സാലിസ് ലിൽ ഹിജ്റ, അൽ ഖർനുൽ അവൽ ലിൽ ഹിജ്റ, അൽ ഖർനു സാനി ലിൽ ഹിജ്റ, അൽ ഖർനു റാബിഅ ലിൽ ഹിജ്റ. ഇതിലേത് നൂറ്റാണ്ടിലാണ് ആദ്യമായിട്ട് ഖുർആൻ ക്രോഡീകരണം നടന്നത് എന്നുള്ളതാണ് ചോദ്യം. വളരെ ബേസിക് ആയിട്ടുള്ള ഖുർആൻ അതുപോലെ ഹദീസ് എന്നുള്ള ഭാഗം സിലബസിലുണ്ട്. വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതിൽ നിന്ന് പൊതുവെ ചോദിക്കാറുള്ളത്. എല്ലാവരുടെയും ഉത്തരം ശരിയാണ്. ഓപ്ഷൻ സി ആണ് അല്ലെ, ഹിജ്റ 2-ാം നൂറ്റാണ്ടിൽ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിലാണ് ഇതാവുന്നത്, ഇതിന് തുടക്കം കുറിക്കുന്നത്. കണ്ടെടുക്കപ്പെട്ട ആദ്യത്തെ ഹദീസ് ഗ്രന്ഥം ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ മുവത്വ എന്ന ഗ്രന്ഥമാണ്. ഓക്കെ, ഈ മുവത്വക്ക് ധാരാളം ഷറഹുകളുണ്ട്. അതിൽ നമ്മളെ സിലബസിലൊക്കെ ചർച്ചയ്ക്ക് വരുന്നതാണ്. ഷാഹു വലില്ലാഹി ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയ 2 ഷറഹുകൾ, ഒന്ന് മുസവ്വ എന്ന പേരിൽ അറബി ഭാഷയിലും മുസ്വഫ എന്ന പേരിൽ ഫാരിസി ഭാഷയിൽ അദ്ദേഹം ഉണ്ടായിട്ടുണ്ട്. മുവത്തക്ക് ഷറഹ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, അസ്ബഹത്ത് അൽ കിതാബ അൽ അറബിയ ഫന്നൻ മുസ്തഖില്ലൻ ബിഇബ്തിദാഇഹി. ആരുടെ കാലഘട്ടത്തിലാണ് കിതാബത്ത് ഒരു സ്വതന്ത്ര കലയായി രൂപപ്പെട്ടത് എന്നാണ് ചോദ്യം. ആരുടെ കാലഘട്ടത്തിലാണ് കിതാബത്ത്, എഴുത്ത് എന്നുള്ളത് ഒരു സ്വതന്ത്ര കലയായി രൂപപ്പെട്ടത് എന്നാണ് ചോദ്യം. അബുൽ അസ്വദ് ദുവലി, ഇബ്നുൽ മുഖസ്സാർ, അബ്ദുൽ ഹമീദ് ബിൻ അഖിയ, അൽ ജാഹിൽ. എല്ലാവരും ആൻസർ പറയണേ, കിട്ടിയാലും പ്രശ്നമൊന്നുമില്ല. നമ്മൾ മനസ്സിലാക്കി വെച്ചത് ശരിയാണോ എന്ന് ബോധ്യപ്പെടാനും ഇത് ഉപകരിക്കും. നമുക്ക് നോക്കാം. ഓപ്ഷൻ സി, അബ്ദുൽ ഹമീദ് യഹ്യ അൽ കാത്തിബിന്റെ കാലഘട്ടത്തിലാണ് എഴുത്തിന് എന്തായത് ഒരു സ്വതന്ത്ര രൂപം കൈവന്നത് എന്നുള്ളതാണ്. അതിനു മുമ്പ് എഴുത്ത് രീതികളുണ്ട്, റസായിലുകളുണ്ട്. പക്ഷേ ഈ റസായിലിന് കൃത്യമായൊരു രൂപരേഖ, ഒരു മെത്തഡോളജി അവതരിപ്പിക്കുന്ന ആരാണ്? അബ്ദുൽ ഹമീദ് അൽ കാത്തിബാണ്. ഒരു ആമുഖം എഴുതണം, എന്നിട്ട് അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ വേണം, എന്നിങ്ങനെ തുടങ്ങി പിന്നെ വിഷയം പറയുന്ന ഒരു രീതി, പിന്നെ അവസാനിപ്പിക്കുന്ന ഒരു രീതി, ഇത്രയൊക്കെ അവതരിപ്പിക്കുന്ന ആരാണ്? അബ്ദുൽ ഹമീദ് അൽ കാത്തിബാണ്. അതിനു മുമ്പ് എഴുത്തുകൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതെന്തായിരുന്നു? അതിങ്ങനെ ഒരു കൃത്യതയില്ലാത്ത, ഒരു ഘടനയില്ലാത്ത രീതിയിലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ കിതാബത്തുർ റസായിൽ അല്ലെങ്കിൽ കിതാബത്തിന് കൃത്യമായ ഘടന ഉണ്ടാക്കുന്നത് ആരാണ്? അബ്ദുൽ ഹമീദ് അൽ കാത്തിബാണ്. അതുകൊണ്ടാണ് പിന്നീട് സഅലബി പറഞ്ഞത് എന്ത്, ലഹുറി പിന്നീട് പറയപ്പെട്ടത് ബുദിഅത്തുൽ കിതാബു ബി അബ്ദുൽ ഹമീദ് വഖുതിമത് ബി ഇബ്നുൽ അമീദ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് പോലും വന്നത്. നമ്മൾ ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാഹ്. നെക്സ്റ്റ് ചോദ്യം, അൽഫ് ലൈല വലൈല മജ്മുഅത്തുൽ ഖിസസ്
ഖിസസിയ്യത്തുൻ ഖയാലിയ്യത്തുൻ. അൽഫ് ലൈല വലൈല എന്നുള്ളത് ഒരു കഥാസമാഹാരമാണ്. ഇതിന്റെ ഒറിജിൻ ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് അറബിയത്തുൽ അസ്ൽ, യൂനാനിയത്തുൽ അസ്ൽ, ഫാരിസിയത്തുൽ അസ്ൽ, ഹിന്ദിയത്തുൽ അസ്ൽ. ഇതിലേതാണ് അൽഫ് ലൈല വലൈലയുടെ ഒറിജിൻ എന്നാണ് ചോദ്യം. ഓക്കെ, നമുക്ക് നോക്കാം. ഓപ്ഷൻ സി ആണ് അല്ലെ, പേർഷ്യയാണ്. ഫാരിസിയത്തുൽ അസ്ലാണ് അൽഫ് ലൈല വലൈല എന്ന് പറയുന്നത്. ഷെഹരിയ രാജാവിന്റെയും ഷെഹ്റസാദ് രാജ്ഞിയുടെയും കഥ പറയുന്ന വളരെ മനോഹരമായ വിഖ്യാതമായ കഥാസമാഹാരമാണ് ഇത് അൽഫ് ലൈല വലൈല എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്കറിയാവുന്ന കഥകളായിരിക്കും, അതുകൊണ്ട് ദീർഘിപ്പിച്ച് പറയുന്നില്ല. നെക്സ്റ്റ് നമ്മൾ 2019 ഡിസംബർ ക്വസ്റ്റ്യൻ നോക്കാം. ഖാലിൻ ബൈനൽ ഉദബാഇ വമജാനാതിഹിം അൽ അദബിയ ഇഖ്റഅ ശുഫ്രത മിൻ യമീൻ. നോക്കാം. ഓപ്ഷൻ എ പാർട്ട് തന്നിരിക്കുന്നത് സിയാദ് ബിൻ അബീഹി, സ്വാഹിബ് ബിൻ അബ്ബാദ്, ഉർവത്ത് ബിൻ അൽ വർദ്, റബീഉസ്സമാൻ അൽ ഹമദാനി. സെക്കൻഡ് പാർട്ട് ഷാഇർ, സ്വാഹിബ് അൽ മഖാമാത്ത്, ഖത്തീബ്, കാത്തിബുർ റസാഇൽ. പൊതുവെ രണ്ടാമത്തെ യൂണിറ്റ് വളരെ ചെറിയ യൂണിറ്റ് ആണ്. വളരെ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിറ്റ് കൂടിയാണിത്. അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന ഒരു യൂണിറ്റ് കൂടിയാണ്. അപ്പോൾ അത് ഇത്തരം മത്സര പരീക്ഷകളിൽ നമ്മൾ ഓരോ യൂണിറ്റുകളെ സമീപിക്കുമ്പോൾ അതിന്റെ സാധ്യതകളെ കൂടി മുൻനിർത്തി പഠനം നടത്തണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ചെറിയ യൂണിറ്റുകളിൽ നിന്ന് ഒരു മാർക്കും നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു യൂണിറ്റാണ് യൂണിറ്റ് 2, അതുപോലെ യൂണിറ്റ് 8. ഇതൊക്കെ ചെറിയ യൂണിറ്റാണ്, എന്നാൽ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വരുന്ന യൂണിറ്റാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് അല്ലെ. സിയാദ് ബിൻ അബീഹ് എന്താണ്? ഖത്തീബാണ്, പ്രഭാഷകനാണ്. സ്വാഹിബ് ബിൻ അബ്ബാദ് എന്താണ്? കാത്തിബുർ റസായിലാണ്. ഉർവത്ത് ബിൻ വർദൻ അബ്ബസി അദ്ദേഹം ഷാഇറാണ്. ബദിഉസ്സമാൻ അൽ ഹമദാനി മഖാമയുടെ ആളാണ്. ഈസിയാണ്. നെക്സ്റ്റ് ചോദ്യം, മൻ ഹുവ അവ്വലു മൻ അൻശഅ ഉസ്ലൂബർ റസായിൽ. മൻ ഹുവ അവ്വലു മൻ അൻശഅ ഉസ്ലൂബർ റസായിൽ. റസായിലിന്റെ ഉസ്ലൂബ് ആദ്യമായി ഉണ്ടാക്കിയത് ആര്? അബ്ദുൽ ഹമീദ് അൽ കാത്തിബ്, ഇബ്നുൽ മുഖഫർ, അബുൽ ഫറദ് അൽ അസ്ഫഹാനി, അൽ ജാഹിൽ. ഓപ്ഷൻ എ ആണ്, അബ്ദുൽ ഹമീദ് അൽ കാത്തിബ് ആണ്. ഞാനത് വിശദീകരിച്ചു, കൂടുതൽ പറയുന്നില്ല. നെക്സ്റ്റ് ചോദ്യം, മൻഹുവ ബത്ലു മഖാമാത്തുൽ ഹരീരി. മഖാമാത്തുൽ ഹരീരിയുടെ ബത്ൽ നായകനാണ് ഈസ ബിൻ ഹിഷാം, അബുൽ ഫത്ഹ് അൽ ഇസ്കന്ദരി, അബൂ സഈദ് അസ്-സറൂജി, അൽ ഹാരിസ് ബിൻ ഹമ്മാം. ഇതിൽ മഖാമാത്തുൽ ഹരീരിയുടെ ബത്ൽ ആര് എന്നാണ് ചോദ്യം. മഖാമകൾക്ക് ഒരു റാവി ഉണ്ടാകും, ഒരു ബത്തുൽ ഉണ്ടാകും. ബത്തുലായിരിക്കും കേന്ദ്ര കഥാപാത്രം. അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയായിരിക്കും കഥകൾ എന്താവുക, രൂപപ്പെടുക എന്നുള്ളതാണ്. അത് ആ രണ്ട് പേരുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ രണ്ട് കഥാപാത്രങ്ങളും മഖാമയെ സംബന്ധിച്ച് വളരെ അടിസ്ഥാനപരമായി വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. ഓപ്ഷൻ സി ആണ്, അബൂ സഈദ് അസ്-സറൂജിയാണ് മഖാമത്തുൽ ഹരീരിയുടെ ബത്തുല്. റാവി ആരാണ്? ഹാരിസ് ബിൻ ഹുമാമാണ്. ഹാരിസ് ബിൻ ഹുമാമാണ് ഹരീരിയുടെ മഖാമയിലെ റാവി. ബത്തുല് അബൂ സഈദ് അസ്-സറൂജിയാണ്. അതേപോലെ തന്നെ ബദിഉസ്സമാൻ അൽ ഹമദാനിയുടെ ബത്തുലാണ് ഈസ ബിൻ ഹിഷാം. റാവിയാണ് ഈസ ബിൻ ഹിഷാം. ബത്തുലാരാണ്? അബുൽ ഫത്ഹ് ഇസ്കന്ദരിയാണ് കേട്ടോ. ഇത് അങ്ങനെ പഠിച്ചു വെക്കാം, മാറിപ്പോയിരുന്നു. രണ്ട് അബൂ സഈദ് അസ്-സറൂജി അബുൽ ഫത്ഹ് എന്ന് വരുന്നത് ബത്തുലും അതല്ലാത്ത റാവിയുമാണ് എന്ന് മനസ്സിലാക്കി വെച്ചാണ്. നെക്സ്റ്റ് ചോദ്യം, حدثنا عيسى بن هشام قال كان ينبغي من مقامات الإسكندرية ومقالاته ما يصغى إليه النفور.
ചോദ്യം ഇതാണ്: ഇസ്മുർ റാവി സ്വഹീഹുൻ വലാക്കിൻ അൽ ബയാന ഗൈറു സ്വഹീഹ്. അൽ ബയാന സ്വഹീഹുൻ വലാക്കിൻ റാവി ഗൈറു സ്വഹീഹ് ആയിരിക്കും. കിലാഹുമ സ്വഹീഹാനി കിലാഹുമ ഗൈറു സ്വഹീഹാനി. حدثنا عيسى بن هشام قال كان ينبغي من مقامات الإسكندري ومقاماته ما يصغي إليه النفور. ഓക്കെ, നമുക്ക് നോക്കാം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. രണ്ടും എന്താണ്? ശരിയാണ് കേട്ടോ. രണ്ടും ശരിയാണ്. റാവിയും ബയാനും ഒക്കെ എന്താണ്? ശരിയാണ്. ബദിഉസ്സമാൻ അൽ-ഹമദാനിയുടെ മഖാമയിൽ നിന്നുള്ള ഭാഗമാണ് ഇത് എന്ന് കാണാം. നെക്സ്റ്റ് ചോദ്യം: ഹദ്ദിദ് മഖാമത്തൈനി ലിൽ ഹരീരി മിൻ മഖാമാത്തി താലിയ. ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് എക്സാമുകളിൽ പരിശോധിക്കുമ്പോൾ ഈ മഖാമുകളൊന്നും അങ്ങനെ ചോദിച്ചിട്ടില്ല കേട്ടോ. ഇതൊക്കെ 19, 20 ആ ഒരു കാലഘട്ടത്തിലാണ് ചോദിച്ചിട്ടുള്ളൂ. ശേഷമുള്ള എക്സാമുകളിലൊന്നും മഖാമുകൾ ഏത് എന്ന് ചോദിച്ചിട്ടില്ല. ഇങ്ങനെ മഖാമുകൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പം ഹരീരിയുടെ മഖാമ പഠിക്കുക. ഹരീരിയുടേത് 50 മഖാമുകളാണുള്ളത്. അതല്ലാത്ത മഖാമുകളൊക്കെ ഹമദാനിയുടേതായിരിക്കുമെന്ന് മനസ്സിലാക്കാം. ആ രൂപത്തിൽ പഠിക്കേ നടക്കുള്ളൂ. حدد مقامتين الحرير من المقامات التالية: الصنعانية الحمدانية الفزارية المراغية. ഇത് നോക്കാം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അതായത് സ്വനാനിയയും മറാഗിയ ഇത് രണ്ടും ആരുടേതാണ്? ഹരീരിയുടെ മക്കാമയാണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് ചോദ്യം: കലീന വദിന്ന മജ്മുഅത്തു ഖിസസിൻ വഹികായാത്തിൻ അലാ അൽസിനത്തി തുയൂരി വൽ ഹയവാനാത്ത്. هي أصلا كانت في اللغة الهندية العربية العبرية السنسكريتية. കലീല വദിന്ന എന്നുള്ളത് കഥാസമാഹാരമാണ്. ഇത് പക്ഷികളുടെയും മൃഗങ്ങളുടെയൊക്കെ ഭാഷയിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. അവരാണ് അതിലെ കേന്ദ്ര കഥാപാത്രങ്ങളായി വരുന്നത്. അത് ഒറിജിനലി ഏത് ഭാഷയിൽ നിന്നാണ് രൂപപ്പെട്ടു വന്നത് എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് നോക്കാം. ഓപ്ഷൻ ഡി ആണ് ആൻസർ അല്ലെ. സംസ്കൃതിയാണ്. സംസ്കൃത ഭാഷയിൽ നിന്നാണ് അല്ലെ. സംസ്കൃത ഭാഷയിൽ നിന്നാണ് അത് അറബിയിലേക്ക് മീൻസ് അത് പിന്നീട് ടിബറ്റൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്യപ്പെട്ടു. അവിടെ നിന്ന് പേർഷ്യൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്തു. പിന്നീട് പേർഷ്യൻ ഭാഷയിൽ നിന്ന് അബ്ദുല്ലാഹിബിൻ മുഖഫ ആണ് എന്താകുന്നത് അറബിയിലേക്ക് ഇതിനെ ട്രാൻസ്ലേഷൻ ചെയ്തത് എന്നുള്ളതാണ്. ഓക്കെ, ബൈദബ രാജാവും ജബലിഷിയും തമ്മിൽ നടക്കുന്ന ജബലിഷീം രാജാവും ബൈദബ എന്ന ഫിലോസഫറും തമ്മിൽ നടക്കുന്ന സംഭാഷണങ്ങളിലൂടെയാണ് ഈ കഥ രൂപപ്പെടുന്നത്. രാജാവ് ഫിലോസഫറോട് ബൈദബയോട് എന്താവും സംശയങ്ങൾ ചോദിക്കും. ബൈദം എന്താവും മൃഗങ്ങളുടെ കഥകളിലൂടെ അതിന് മറുപടി നൽകും. ആ രൂപത്തിലാണ് കലീല വദിന്ന ഡെവലപ്പ് ചെയ്യുന്നത്. അങ്ങനെയാണ് ധാരാളം കഥകൾ എന്താവുന്നത് രൂപം കൊള്ളുന്നത് എന്ന് കാണാം. ഓക്കെ, അബ്ദുല്ലാഹിൽ മുഖഫ ആണ് ഇത് അറബിയിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്തത്. നെക്സ്റ്റ് ചോദ്യം: കാന ബിൻ അമീദ് റവായിയൻ ഷാഇറൻ ഖതീബൻ കാതിബുർ റസാഇൽ. നോക്കാം. ഓപ്ഷൻ ബി ആണ് അല്ലെ. കാത്തിബുർ റസായിലാണ്. റസായിലിന്റെ ആളാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു ബുദിഅത്തുൽ കിതാബു ബി അബ്ദുൽ ഹമീദ് വഖുതിബത് ബി ഇബ്നുൽ അമീദ് എന്നാണ് റസായിലിനെ കുറിച്ച് പറയുന്നത്. ഇതുപോലെ ജാഹിൽ സാനി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ആൾ കൂടിയാണ് ഇബ്നുൽ അമീദ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം: കാന ഖാലിയൽ ഫാദിൽ വസീറൻ ലി.
നമുക്ക് സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയി വന്നതാണ്. മുതവക്കിൽ ബില്ല, മുഇസ് ബില്ല, സലാഹുദ്ദീൻ അൽ അയ്യൂബി, അൽ മുഅ്തമദ് ബില്ല. ഓക്കെ, ഒന്ന് സ്പീഡാക്കണം. അത് നേരത്തെ വന്നത് സെയിം ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ആയി വന്നാണ്. എക്സാമിന് തന്നെ റിപ്പീറ്റഡ് ആയി വന്നാണ് കേട്ടോ. സലാഹുദ്ദീൻ അയ്യൂബിയുടേതാണ്. നെക്സ്റ്റ് വരും. കാന സിയാദ് ബിൻ അബി ഹാക്കിമൻ ലി ബഗ്ദാദ്, ഉസ്താദൻ ഫി മദ്രസ, ഖതീബൻ ബലീഗൻ, വസീർ സുലൈമാൻ ബിൻ അബ്ദുൽ മലിക്. സിയാദ് ബിൻ അബി ആരാണ് എന്നതാണ് ചോദ്യം. സിയാദ് ബിൻ അബീഹ് ആരായിരുന്നു? ഹാക്കിമൻ ലി ബഗ്ദാദ്, ഉസ്താദൻ ഫി മദ്രസ, ഖതീബൻ ബലീഗൻ, വസീർ സുലൈമാൻ ബിൻ അബ്ദുൽ മലിക്. ഇത് നോക്കാം. ഖതീബൻ ബലീഗൻ അല്ലെ, വളരെ സാഹിത്യ സമ്പന്നനായ സമ്പുഷ്ടമായ രീതിയിൽ പ്രഭാഷണം നടത്തുന്ന ആൾ കൂടിയായിരുന്നു ആര്? സിയാദ് ബിൻ അബീഹ് എന്ന് പറയുന്നത് അല്ലെ. സിയാദ് ബിൻ മുഗീറ എന്നാണ് ചരിത്രം പറയുന്നത്. അതുപോലെ സിയാദ് ബിൻ അബി സുഫിയാൻ എന്നും പറയാറുണ്ട്. ആദ്യകാലത്ത് അദ്ദേഹം എന്താണ്, ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ അബൂ മുസ്ലിം അശ്ശരി റളിയല്ലാഹു ബസ്രയിലെ വാലിയായിരുന്നു. ആ സമയത്ത് അബൂ മുസ്ലിം അശ്ശരി റളിയല്ലാഹുവിന്റെ കാത്തിബായിട്ടായിരുന്നു ആദ്യം ആര് വർക്ക് ചെയ്തിരുന്നത്? സിയാദ് ബിൻ അബീഹ് വർക്ക് ചെയ്തിരുന്നത്. അപാരമായ ബുദ്ധിശക്തിയും പിന്നെ നേതൃപാഠവും സൈനിക പാഠവും ഒക്കെ കാണിച്ചിരുന്ന ആളായിരുന്നു സിയാദ് ബിൻ അബീഹ്. അദ്ദേഹത്തിന്റെ ആ വൈഭവം പിന്നീട് ജനങ്ങൾ തെറ്റിദ്ധരിച്ചേക്കാൻ ഇടയുണ്ട് എന്ന് മനസ്സിലാക്കി ഉമർ റളിയല്ലാഹു അദ്ദേഹത്തെ ആ സ്ഥാനത്ത് ഉണ്ടാക്കുന്നുണ്ട്, നീക്കം ചെയ്യുന്നുണ്ട്. അദ്ദേഹം വല്ല തെറ്റ് ചെയ്ത കാരണമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അബദ്ധം ചെയ്തത് കാരണമായിട്ടോ വഞ്ചന നടത്തിയതിന്റെ പേരിലല്ല, മറിച്ച് ജനങ്ങൾ എന്താവും, ഇദ്ദേഹത്തിന്റെ കഴിവ് കൊണ്ടാണ് ഇസ്ലാമിന്റെ വിജയങ്ങളൊക്കെ വരുന്നത് എന്നുള്ള ഒരു തെറ്റിദ്ധാരണയിലേക്ക് എത്തിയേക്കാം എന്നുള്ള ഒരാശങ്ക കണക്കിലെടുത്ത് ഉമർ റളിയല്ലാഹു അദ്ദേഹത്തെ ആ സ്ഥാനത്തുണ്ടാകുന്നത് നീക്കുന്നുണ്ട്. പിന്നീട് മുആവിയ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹു തമ്മിൽ സംഘർഷം രൂപപ്പെടുന്നു, പല യുദ്ധങ്ങൾ നടക്കുന്നു. ആ സമയത്തൊക്കെ അലവി പക്ഷത്തായിരുന്നു ആര് നിലകൊണ്ടിരുന്നത്? സിയാദ് ബിൻ അബീഹ് നിലകൊണ്ടിരുന്നത്. പിന്നീട് അലി റളിയല്ലാഹുവിന്റെ മരണത്തോടെ രാഷ്ട്രീയ പ്രതിസന്ധികൾ വരുന്നു. ഹസൻ റളിയല്ലാഹു അൻഹു താൽക്കാലിക അധികാരത്തിൽ വരുന്നു. അവിടുന്ന് രാഷ്ട്രീയ പ്രശ്നങ്ങൾ ശമിപ്പിക്കാൻ വേണ്ടി മുആവിയ റളിയല്ലാഹു അൻഹു തൽക്കാലം അധികാരം ഏറ്റെടുക്കുന്നു. പിന്നീട് ആ സമയത്ത് മുആവിയ റളിയല്ലാഹു അൻഹു സിയാദിന്റെ കഴിവിനെ കുറിച്ച് മനസ്സിലാക്കുകയും സിയാദിനെ തന്റെ കൂടെ നിർത്തൽ തനിക്ക് എന്തുകൊണ്ടും രാഷ്ട്രീയപരമായിട്ട് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് അദ്ദേഹം എന്തായി മനസ്സിലാക്കി എന്നുള്ളതാണ്. അങ്ങനെയാണ് സിയാദിന് എന്താകുന്നത് കൂടെ ചേർത്ത് പിടിക്കുന്നത്. എന്ന് മാത്രമല്ല, സിയാദ് ബിൻ അബി സുഫിയാൻ എന്റെ പിതാവിന്റെ തന്നെ പുത്രനാണ് എന്നുള്ള വാദം പോലും ആര് മുന്നോട്ട് വെച്ചു? മുആവിയ റളിയല്ലാഹു മുന്നോട്ട് വെച്ചു. മറ്റൊരു ചരിത്രം പറയുന്നത് അബൂ സുഫിയാൻ എന്തായിരുന്നു, വലിയ ആഗ്രഹമുണ്ടായിരുന്നു സിയാദ് തന്റെ പുത്രനാണെന്ന് പറയാൻ. പക്ഷേ ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഉമർ റളിയല്ലാഹുവിനെ പേടിച്ചിട്ടാണ് പരസ്യമായത് പറഞ്ഞു നടക്കാതിരുന്നത് എന്ന് കൂടി ചില ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഏതായാലും പിന്നീട് അലവി പക്ഷക്കാരനായ സിയാദിന് എന്ത് ചെയ്തു? മുആവിയ റളിയല്ലാഹു അധികാരം കൊടുത്തുണ്ടായി ബസ്രയുടെ അധികാരം ഏൽപ്പിക്കുന്നുണ്ട്. അവിടെ നിന്ന് അദ്ദേഹത്തെ എന്താവുന്നു, തന്റെ സ്വന്തം ആളാക്കി മാറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ വെച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ ഖുതുബത്തുൽ ബത്ര എന്നുള്ള പ്രസംഗം ഒക്കെ നടത്തുന്നത്. ജഹാലത്തുൽ ജുഹല എന്ന് പറഞ്ഞ് അങ്ങനെ തുടങ്ങുന്ന പ്രസംഗമാണ് ഖുതുബത്തുൽ ബത്ര. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഒരു ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കഷൻ ചെയ്യാം. നെക്സ്റ്റ് വരും സൗറത്തുൽ ഖുറാസാനിയ. ഹിജ്റ 132 നടന്ന ഖുറാസാനിയ വിപ്ലവത്തിൽ കൊല്ലപ്പെട്ടത് ആര് എന്നുള്ളതാണ്. ഇബ്നുൽ മുഖഫൽ, ഹജ്ജാജ് ബിൻ യൂസഫ്, അബ്ദുൽ ഹമീദ് അൽ കാത്തിബ്, സാഹിബ് ബിൻ അബ്ബാദ്. അബൂ മുസ്ലിം അൽ ഖുറാസാനിയുടെ നേതൃത്വത്തിൽ ഹിജ്റ 127 അബ്ബാസികൾ എന്താകുന്നത് സായുധ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. അങ്ങനെയാണ് ഹിജ്റ 132 അവസാനത്തെ ഉമവി ഖലീഫ മർവാൻ ഇബ്നു മുഹമ്മദുമായിട്ടുള്ള യുദ്ധം നടക്കുന്നത്. മാലിക്കത്തു സാബിൽ വെച്ചിട്ടാണ് അദ്ദേഹം എന്താകുന്നത് കൊല്ലപ്പെടുന്നത്. അവിടെ വെച്ച് കൊല്ലപ്പെട്ട ആള് ആര് എന്നുള്ളതാണ് ചോദ്യം. ഇബ്നുൽ മുഖഫൽ, ഹജ്ജാജ് ബിൻ യൂസഫ്, അബ്ദുൽ ഹമീദ് അൽ കാത്തിബ്, സ്വാഹിബ് ബിൻ അബ്ബാസ്. അപ്പൊ നോക്കാം, അബ്ദുൽ ഹമീദ് അൽ കാത്തിബാണ് എന്താവുന്നത് കൊല്ലപ്പെടുന്നത് അല്ലെ. രണ്ടുപേരും വളരെ ഭേദ്യമായ ഒരു സൗഹൃദം കാത്തു സൂക്ഷിച്ചിരുന്ന ആളാണ്. മർവാൻ പിന്നെ അധികാരം ഏറ്റെടുത്തപ്പോ വാലിയായിരിക്കുന്ന കാലത്ത് തന്റെ എഴുത്തുകാരനായിരുന്നു അബ്ദുൽ ഹമീദ് അൽ കാത്തിബ്. താൻ ഖലീഫയായപ്പോൾ തന്നെ മന്ത്രിയാക്കി അബ്ദുൽ ഹമീദ് കാത്തിബിനെ എന്തായി കൂടെ കൂട്ടി. അവസാനം ഖുറാസാനിൽ നിന്നും അബൂ മുസ്ലിം അൽ ഖുറാസാനിയുടെ നേതൃത്വത്തിൽ വലിയൊരു സൈനികം പട തന്നെ തോൽപ്പിക്കാൻ വേണ്ടി വരുന്നുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു.
തനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിന് തന്നെ ബോധ്യമാവുന്നുണ്ട്. അപ്പോ അബ്ദുൽ ഹമീദ് അൽ ഖാത്തിബിനോട് അദ്ദേഹം പറയുന്നുണ്ട്, ഖലീഫ പറയുന്നുണ്ട്, നിനക്ക് വേണ്ടി നിനക്ക് എന്താക്കാം, നിന്റെ ജീവനം കൊണ്ട് രക്ഷപ്പെട്ട് പോകാം, ഞാൻ എല്ലാവിധ സമ്മതവും നൽകുന്നു എന്ന് പറയുന്നുണ്ട്. അവിടുന്ന് വിശ്വസ്തനായ അബ്ദുൽ ഹമീദ് അൽ ഖാത്തിബ് പറയുന്നുണ്ട്, അങ്ങനെ ഒരു മടക്കം, അങ്ങനെ ഒരു സുരക്ഷിതത്വം ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നും ഞാൻ അങ്ങയോടൊപ്പം അവസാന നിമിഷം വരെ പൊരുതാൻ വേണ്ടി കൂടെ ഉണ്ടാകുമെന്ന് ഉറച്ച ബോധ്യത്തോടു കൂടി അദ്ദേഹം പറയുന്നുണ്ട്. എന്നിട്ട് വളരെ മനോഹരമായ ഒരു കത്ത് തന്റെ വീട്ടുകാർക്ക് അയക്കുന്നുണ്ട്. താൻ മരണത്തെ മുഖാമുഖം നേരിടുകയാണെന്നുള്ള തികഞ്ഞ ബോധ്യത്തോടു കൂടി ഒരു മനോഹരമായ കത്ത് അബ്ദുൽ ഹമീദ് അൽ ഖാത്തിബ് എന്നിട്ട് വീട്ടുകാർക്ക് അയക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ മരണത്തെക്കുറിച്ചും ബാധ്യതകളെ കുറിച്ചൊക്കെ ഓർമ്മപ്പെടുത്തി ഇസ്ലാമിക വിശ്വാസം മുറുകെ പിടിക്കേണ്ട അനിവാര്യതയെ കുറിച്ചൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന വളരെ മനോഹരമായ കത്താണ്. അതാണ് സൂചിപ്പിച്ചെന്ന് മാത്രം. അബ്ദുൽ ഹമീദ് അൽ ഖാത്തിബാണ് അങ്ങനെ കൊല്ലപ്പെടുന്നത്. മറ്റൊരു വായത്തിൽ മർവാൻ മുഹമ്മദും അബ്ദുൽ ഹമീദ് അൽ ഖാത്തിബും അവിടുന്ന് ഓടി രക്ഷപ്പെടുകയും മർവാൻ ബിൻ മുഹമ്മദ് ബിൻ ഈജിപ്തിൽ വെച്ച് കൊല്ലപ്പെട്ടു എന്നും അബ്ദുൽ ഹമീദ് അൽ ഖാത്തിബ് അബ്ദുല്ലാഹിൽ മഖഫൈന്റെ അരികിലേക്ക് ഓടി രക്ഷപ്പെട്ടു വന്നു. ഇതിന്റെ സൈന്യം അന്വേഷിച്ചു വരികയും ഇവർ രണ്ടുപേരും എന്തായി കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെ ആരാണ് അബ്ദുൽ ഹമീദ് അൽ ഖാത്തിബ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാതെ സൈന്യം എന്തായി ആശയക്കുഴപ്പത്തിലായി എന്നുള്ളതാണ്. ഒടുവിൽ അബ്ദുല്ലാഹിബിൻ മഖഫൈനെ കൊല്ലാൻ വേണ്ടി എന്തായി സൈന്യം തുനിഞ്ഞു. ആ സമയത്ത് അബ്ദുൽ ഹമീദ് അൽ ഖാത്തിബ് തന്നെ പറയുന്നുണ്ട്, ഓരോരുത്തർക്കും അവരുടേതായ ഐഡന്റിറ്റി ഉണ്ട് എന്ന് പറഞ്ഞ് മുന്നോട്ട് വരികയും ഞാനാണ് അബ്ദുൽ ഹമീദ് അൽ ഖാത്തിബ് എന്ന് പറഞ്ഞ് കീഴടങ്ങുകയും അദ്ദേഹത്തെ കൊണ്ടുപോയി പിന്നീട് സഫാഹിന്റെ സദസ്സിൽ വെച്ച് കൊല ചെയ്തു എന്നുള്ളതും കൂടിയുള്ള റിവായത്ത് അവിടെ ഉണ്ട് കേട്ടോ, സൂചിപ്പിക്കുമെന്ന് മാത്രം. നെക്സ്റ്റ് ചോദ്യം, അൽ ഖിസ്സസ് ഖലീല വദിന്ന തുമസ്സിൽ, ഖലീല വദിന്നയിലുള്ള കഥ എന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്നാണ് ചോദ്യം. നസഅത്തുൻ ഹിന്ദിയത്തുൻ ഷർഖിയ, ഫൽസഫത്തുൻ ഖളായ അൽ മുജ്തമഅ അൽ ഗറബി, അൽ മുജ്തമഅ അൽ ബശരി അലാ അൽസിനത്തിൽ ബഹായിമി വത്തുയൂർ, അദ്ദകാതൂരിയ വൽ ഉസ്തൂരിയ. ഓപ്ഷൻസ് ശ്രദ്ധിച്ച് ആൻസർ ചെയ്യണേ. ഖലീല വദിന്ന എന്നുള്ള കഥ പ്രതിനിധാനം ചെയ്യുന്നത് എന്താണ് എന്നതാണ്. البيان الأول والرابع صحيحان فقط، البيان الأول والثالث صحيحان فقط، البيان الثاني والرابع صحيحان فقط، لا يصح إلا البيان الثالث. വ്യത്യസ്തമായ ആൻസറുകൾ വരുന്നുണ്ട്. ബി, ഡി ഇതാണ് കൂടുതലും വരുന്നത്. എയും സി എന്നാർക്കും വേണ്ടെന്ന് തോന്നുന്നു അല്ലെ. ഓക്കെ, നമുക്ക് നോക്കാം. ഓപ്ഷൻ ബി ആണ് ആൻസർ അല്ലെ. ഓപ്ഷൻ ബി, അതായത് ബയാനുൽ അവൽ വസ്സാലിസ് സ്വഹീഹാൻ നസഅത്തുൻ ഹിന്ദിയത്തുൻ ഷർഖിയത്തുൻ. ഖലീല വദിന്ന സംസ്കൃതത്തിൽ നിന്ന് ട്രാൻസ്ലേഷൻ ചെയ്ത കഥയാണ് നമ്മൾ പറഞ്ഞത്. ഇന്ത്യൻ കോണ്ടക്സ്റ്റിലാണ് വരുന്നത്. അതുപോലെ തന്നെ അൽ മുജ്തമഅ അൽ ബശരി അലാ അൽസിനത്തിൽ ബഹായിമി വത്തുയൂർ, മനുഷ്യ സമൂഹത്തോട് മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ രൂപത്തിലാണ് സംസാരിക്കുന്നത്. അവരാണല്ലോ അതിലെ കേന്ദ്ര കഥാപാത്രങ്ങളായി വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി, അതായത് ബയാനുൽ അവൽ വസ്സാലിസ് സ്വഹീഹാൻ ഫഖത്ത് എന്നുള്ളതാണ് ശരി. നെക്സ്റ്റ് ചോദ്യം, മാഹുവൽ ഇസ്മുൽ അസ്ലി ലി ബദീഉ സമാൻ അൽ ഹമദാനി. ബദീഉ സമാൻ അൽ ഹമദാനിയുടെ യഥാർത്ഥ പേരെന്ത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് അബു മുഹമ്മദ് അൽ ഖാസിം ബിൻ അലി ബിൻ മുഹമ്മദ്, അബുൽ ഫളൽ അഹ്മദ് ബിൻ ഹുസൈൻ, അലി ബിൻ മുഹമ്മദ് ബിൻ ഉസ്മാൻ, അൽ ഹുസൈൻ ബിൻ യഹ്യ ബിൻ സഈദ്. ഓക്കെ, നമുക്ക് നോക്കാം. ഓപ്ഷൻ ബി ആണ് ആൻസർ അല്ലെ. അബുൽ ഫളൽ അഹ്മദ് ബിൻ ഹുസൈൻ ആണ് ബദീഉ സമാൻ അൽ ഹമദാനിയുടെ യഥാർത്ഥ പേര്. അബുൽ ഫളൽ അഹ്മദ് ബിൻ ഹുസൈൻ ആണ് ബദീഉ സമാൻ അൽ ഹമദാനിയുടെ പേര്. എന്നാൽ അബുൽ ഫളൽ മുഹമ്മദ് ബിൻ ഹുസൈൻ ആരുടെ പേരാണ്? അബുൽ ഫളൽ മുഹമ്മദ് ബിൻ ഹുസൈൻ, യെസ്, ഇബ്നുൽ അമീദിന്റെ പേരാണ് ഇത്. അബുൽ ഫളൽ മുഹമ്മദ് ബിൻ ഹുസൈൻ എന്ന് പറയുന്നത് കേട്ടോ. അബുൽ ഫളൽ മുഹമ്മദ് ബിൻ ഹുസൈൻ എന്നുള്ളത് ആരാണ്? ഇബ്നുൽ അമീദാണ്.
അബുൽ ഫളൽ അഹ്മദ് ബിൻ ഹുസൈൻ ബദിഉസ്സമാൻ അൽ ഹമദാനിയാണ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. കം മഖാമത്തൻ കതബഹ ബദിഉസ്സമാൻ അൽ ഹമദാനി? കം മഖാമത്തൻ കതബഹ ബദിഉസ്സമാൻ അൽ ഹമദാനി? ഓപ്ഷൻസ് 53 മഖാമ, 50 മഖാമ, 51 മഖാമ, 55 മഖാമ. എത്ര മഖാമകളാണ് ഇദ്ദേഹത്തിൻ്റെത് ആയിട്ടുള്ളത് എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. രണ്ട് ഓപ്ഷനും, ഓപ്ഷൻ എയും സിയും ശരിയാണ് കേട്ടോ. 400 മക്കാമുകളാണ് അദ്ദേഹത്തിന് ഉള്ളത്. അത് നമ്മൾ പറഞ്ഞു. കണ്ടെടുക്കപ്പെട്ട മക്കാമുകളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ ചോദ്യം. അപ്പോൾ 53 എന്നുള്ളതും 51 എന്നുള്ളതും രണ്ടും ആൻസർ ആയിട്ടുണ്ട്, പിന്നെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, 53 51 രണ്ടും ഇന്ത്യയുടെ ആൻസർ കീയിൽ വന്നിട്ടുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. ഹദ്ദിദ് അഷ്ഷാദ് ഫിൽ മജ്മുഅത്തി താലിയ. താഴെയിൽ നിന്ന് ഒറ്റപ്പെട്ടതിനെ സെലക്ട് ചെയ്യാണ് പറയുന്നത്. താലി അൽ ഫാദി, അൽ ഹരീർ, ഇബ്ൻ അൽ അമീദ്, അൽ ജാഹിൽ. حدد الشاذ في المجموعة التالية: طالي الفاضي، الحريري، ابن العميد، الجاحل. ഓക്കെ, നമുക്ക് നോക്കാം. ഹരീരിയാണ്, കാരണം ഹരീരി മക്കാമയുടെ ആളാണ്. മറ്റ് ആളുകളൊക്കെ എന്താണ് റസായിലിന്റെ ആളുകളാണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് ചോദ്യം. കാനത്ത് റസായിൽ അബ്ദുൽ ഹമീദ് അൽ കാത്തിബ്. അബ്ദുൽ ഹമീദ് അൽ കാത്തിബിന്റെ റസായിലുകളായിരുന്നു. ഓപ്ഷൻസ്: മക്കാലാത്തുൻ മുഖ്തലിഫ ഫിൽ ഇജ്തിമാഇ വൽ ഇഖ്തിസാദ്, ബഹാസൻ മുഖ്തലിഫത്തൻ ഫി സിയാസത്തി വൽ അദബ്, ഖിതാബാത്തുൻ അർസലഹ ഇല അഖ്റബാഇഹി വ അസ്ദിഖാഇഹി, ഹക്കായാത്തുൻ നഖലഹ മിൻ അൽ ലുഗാത്ത് അൽ അജ്നബിയ്യ. ഓക്കെ, നമുക്ക് നോക്കാം. ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ. ബഹാസൻ മുഖ്തലിഫ ഫി സിയാസത്തി വൽ അദബ് എന്നുള്ളതാണ്. ബഹാസൻ മുഖ്തലിഫ ഫി സിയാസത്തി വൽ അദബ് അല്ലെ. സാധനം നമ്മൾ പറഞ്ഞു എന്ത്, പിന്നെ അദ്ദേഹം അബൂ മുസ്ലിം അൽ ഖുറാസാനിക്ക് ഒരു കത്ത് എഴുതുന്നുണ്ട്. അബൂ മുസ്ലിം അൽ ഖുറാസാനി മർവാൻ ഇബ്നു മുഹമ്മദിനെതിരെ പോരാടാൻ വേണ്ടി വരുന്ന സമയത്ത് അബൂ മുസ്ലിം അൽ ഖുറാസാനിക്ക് ഒരു കത്ത് എഴുതുന്നുണ്ട്. അബൂ മുസ്ലിം അൽ ഖുറാസാനി കത്ത് വായിക്കാൻ പോലും സന്നദ്ധനായിരുന്നില്ല എന്നുള്ളതാണ്. കത്ത് എന്തായി, കിട്ടിയ ഉടനെ അത് കത്തിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. എന്നിട്ട് അബൂ മുസ്ലിം അൽ ഖുറാസാനി പറയുന്നുണ്ട്, അതെങ്ങാനും ഞാൻ വായിച്ചിരുന്നെങ്കിൽ ഞാൻ എന്തായി പോയതിന് എന്റെ ഈ തീരുമാനത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോയേക്കാൻ സാധ്യതയുണ്ട്. അത്രയേറെ എന്താണ് സ്വാധീനം ചെലുത്തുന്ന എഴുത്തുകളായിരുന്നു അദ്ദേഹത്തിൻ്റെത് എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഓപ്ഷൻ സി ഇല്ലേ എന്ന് ചോദിച്ചു. അക്റുബാഹി അസ്തിഖാഹി എന്നുള്ളത് കുടുംബത്തിലേക്ക് 1-2 കത്തുകൾ അയച്ചിട്ടുണ്ട്, വളരെ അപൂർവമായിട്ട്. ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന്റെ റസായിലുകൾ വന്നിട്ടുള്ളത് സാഹിത്യവും സിയാസത്തും ഒക്കെയാണ്. റസായിലുൽ ഇലൽ കുത്താബ്, എഴുത്തുകാർക്ക് വേണ്ടി റസായിലിന് വളരെ പ്രശസ്തമായൊരു റിസാലയുണ്ട് അദ്ദേഹത്തിന്. അതുപോലെ പിന്നെ അബൂ മുസ്ലിം ഖുറാസാനിക്ക് എഴുതിയ കത്ത് പ്രശസ്തമാണ്. അതുപോലെ മർവാൻ ഇബ്നു മുഹമ്മദിനെ അദ്ദേഹം ഒരു റിസാല എഴുതുന്നുണ്ട്. അതായത് യുദ്ധത്തിന് വേണ്ടി പോകുന്ന സമയത്ത്, യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്ന സമയത്ത് അവിടെ പാലിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണർത്തിക്കൊണ്ടും നീതിബോധത്തെ ഉയർത്തിപ്പിടിക്കേണ്ടതിന്റെ ആവശ്യകത അവതരിപ്പിച്ചുകൊണ്ടൊക്കെ അദ്ദേഹം എന്താകുന്നുണ്ട്, വളരെ മനോഹരമായ ഒരു റസായിൽ എഴുതുന്നുണ്ട്. ഓക്കെ, അബ്ഹാസൻ മുഖ്തലിഫ ഫി സിയാസത്തി വൽ അദബ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. ലൈസ മിൻ മുഅല്ലഫാത്തിൽ ജാഹിൽ: കിതാബുൽ അസദ്, കിതാബുൽ ബുഖല, കിതാബുൽ ഹൈവാൻ, കിതാബുൽ ബയാൻ വത്തബീൻ. ജാഹിലിന് 300ഓളം രചനകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട രചന, പക്ഷെ വളരെ കുറഞ്ഞ രചനകളെ കണ്ടെടുക്കപ്പെട്ടിട്ടുള്ളൂ. അബൂ ഉസ്മാൻ അംർ ഇബ്നു ബഹർ എന്നാണ് ഇതിന്റെ പേര് പഠിച്ചു നോക്കുന്നുണ്ടോ ചോദിക്കാറുണ്ട്. അബൂ ഉസ്മാൻ അംർ ഇബ്നു ബഹർ. പക്ഷെ അതിൽ
വളരെ പ്രധാനപ്പെട്ട കുറെ ഗ്രന്ഥങ്ങളുണ്ട്. അതാണ് എപ്പോഴും എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് വരാറുള്ളത്. ആ പുസ്തകങ്ങൾ എപ്പോഴും ഓർത്തു വെക്കുക. ഓക്കെ, ഇവിടെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് കിതാബുൽ അസദ്, കിതാബുൽ ബുഖലാ, കിതാബുൽ ഹയവാൻ, കിതാബ് അൽ ബയാൻ വത്തബീൻ എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ആണ്, കിതാബുൽ അസദ് ആണ് ഇദ്ദേഹത്തിന്റെ അതല്ലാത്തത്. മറ്റ് 3 പുസ്തകങ്ങൾ കിതാബുൽ ബുഖലാ, കിതാബുൽ ഹയവാൻ, കിതാബുൽ ബയാൻ വത്തബീൻ, ഈ 3 പുസ്തകങ്ങളും ആരുടേതാണ്? ജാഫറിന്റേതാണ്. ഇതിൽ കിതാബുൽ ബയാൻ വത്തബീനെ കുറിച്ച് നമുക്കറിയാം. ഇബ്നു ഖൽദൂൻ അദ്ദേഹത്തിന്റെ മുഖദ്ദിമയിൽ അർക്കാനുൽ അദബുൽ അർബഅ, സാഹിത്യത്തിന്റെ 4 അടിസ്ഥാന ഗ്രന്ഥങ്ങളായിട്ട് എണ്ണിയ ഗ്രന്ഥങ്ങളിൽ ഒന്നുകൂടിയാണ് ഇത് അൽ ബയാനു വത്തബീൻ എന്ന് പറയുന്ന പുസ്തകങ്ങൾ. മറ്റു പുസ്തകങ്ങൾ എന്തൊക്കെയാണ്? അൽ കാമിലുൽ മുബല്ലിദ്, അദബുൽ കാത്തിബ് ഇബ്നു ഖുതൈബ, അന്നവാദിർ അബി അലി അൽ ഖാലി എന്നിങ്ങനെയുള്ള ഈ 4 പുസ്തകങ്ങളാണ്. ഈ 4 പുസ്തകങ്ങളാണ് അൽഖാനുൽ അദബുൽ അർബഅ എന്ന് ഇബ്നു ഖൽദൂൻ അവിടുത്തെ മുഖദ്ദിമയിൽ പരിചയപ്പെടുത്തുന്നത്. കിതാബുൽ അസദ് എന്ന പുസ്തകം ആരുടേതാണെന്ന് അറിയില്ല. ഈ പേരിൽ കുറെ പുസ്തകങ്ങൾ ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. ഇനി 2020 ക്വസ്റ്റ്യൻസ് ആണ്. അദ്ദിദ് അൽ ഹുഫാദുൽ ഖുർആൻ അൽ കരീം അല്ലദീന ഖുത്ലു ഫീ ഗസ്വത്തിൽ യമാമ. യമാമ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഖാരികളുടെ ഹാഫിളുകളുടെ എണ്ണം എത്രയാണ്? أربعون، 70، 60، 90. ഓപ്ഷൻ ബി ആണല്ലേ, 70 ആളുകളാണ് യമാമ യുദ്ധത്തിൽ എന്താവുന്നത്? കൊല്ലപ്പെടുന്നത്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലാണ് ഈ യുദ്ധം അരങ്ങേറുന്നത്. 70 ആളുകളാണ് എന്തായാലും കൊല്ലപ്പെട്ടത്. അതിനെ തുടർന്നാണ് റളിയല്ലാഹു എന്താവുന്നത്? ഖുർആൻ ക്രോഡീകരിക്കാൻ വേണ്ടി അദ്ദേഹത്തെ പറയുന്നതും ഒക്കെ ചെയ്യുന്നതല്ല ആ സന്ദർഭം. നെക്സ്റ്റ് ചോദ്യം. ലൈസ മിൻ മുഅല്ലഫാത്തി സ്വാഹിബിൻ അബ്ബാദ്. സ്വാഹിബിൻ അബ്ബാദിന്റെ തല്ലാത്ത രചനയേത്? ഇമാമു സിയാസ, കിതാബുൽ മുഹീത്ത്, കിതാബുൽ അമാന, അൽ കശ്ഫ് അൻ മസാബി ഇൽ മുതനബ്ബി. സ്വാഹിബിൻ അബ്ബാദിന്റെ തല്ലാത്ത രചന ഏത് എന്നാണ് ചോദ്യം. കാഫിൽ കുഫാത്ത് അബുൽ ഖാസിം ഇസ്മായിൽ അസ്വാഹിബിൻ അബ്ബാദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അല്ലെ. കാഫിൽ കുഫാത്ത് അബുൽ ഖാസിം ഇസ്മായിൽ അസ്വാഹിബിൻ അബ്ബാദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഓക്കെ, വലിയ പണ്ഡിതനായിരുന്നു അദ്ദേഹം, ഷിഈ അനുഭാവിയായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം മരണപ്പെട്ട സമയത്ത് ഈ പട്ടണത്തിലാണ് വെച്ചിട്ടാണ് മരണപ്പെടുന്നത്. വലിയ ആഭാരവൃദ്ധം ജനസഞ്ചയം തന്നെ അദ്ദേഹത്തിന്റെ മയ്യത്തിനെ അനുഗമിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. എല്ലാവരും കണ്ണീർ പൊഴിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ. ഖലീഫമാരെന്ത് ചെയ്തു? ഏറ്റവും മുന്തിയ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞു വന്നിട്ടാണ് അദ്ദേഹത്തിന്റെ ജനാസ നമസ്കാരത്തിന് നേതൃത്വം നൽകിയത്, അദ്ദേഹത്തോടുള്ള ആദരവ് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ തല്ലാത്ത രചന ഏത് എന്നാണ് ചോദ്യം. അൽ ഇമാമ വസിയാസ, കിതാബുൽ മുഹീത്ത്, കിതാബുൽ അമാന, കിതാബ് കശ്ഫ് അൻ മസാബി ഇൽ മുതനബ്ബി. നമുക്ക് നോക്കാം. ഓപ്ഷൻ എ അൽ ഇമാമ വസിയാസ എന്നുള്ളതാണ്. അൽ ഇമാമത്തു വസിയാസ എന്നുള്ളതാണ്. അതാരുടെ രചനയാണ് ഇമാമത്തു വസിയാസ? യെസ്, ഇബ്നു ഖുതൈബയുടെ രചനയാണ് ഇത് അൽ ഇമാമത്തു വസിയാസ എന്ന് പറയുന്നത്. അൽ ഇമാമത്തു വസിയാസ ഇബ്നു ഖുതൈബയുടെ രചനയാണ്. മറ്റു 3 പുസ്തകങ്ങളും കിതാബുൽ മുഹീത്ത്, കിതാബുൽ അമാന, അൽ കശ്ഫ് അൻ മസാബി ഇൽ മുതനബ്ബി, ഇത് 3ഉം സ്വാഹിബിൻ അബ്ബാദിന്റെ രചനയാണ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. ഇന്ന കുതുബൽ ജാഹിൽ തഅല്ലമ അൽ അഖല അവ്വലൻ വൽ അദബ സാനിയൻ. ഇതാരുടെ സ്റ്റേറ്റ്മെന്റ് ആണെന്നാണ് ചോദ്യം. അൽ ഖലീൽ, ഇബ്നുൽ മുഖഫ, ഇബ്നുൽ അമീർ, അബ്ദുൽ ഹമീദ്. ഇന്ന കുതുബൽ ജാഹിൽ തഅല്ലമ അൽ അഖല അവ്വലൻ വൽ അദബ സാനിയൻ. ഇതാരുടെ രചനയാണ് എന്നുള്ളതാണ് ചോദ്യം. ഇത് നമുക്ക് നോക്കാം. ഇബ്നുൽ അമീദിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. ഇന്ന കുതുബൽ ജാഹിൽ തഅല്ലമ അൽ അഖല അവ്വലൻ വൽ അദബ സാനിയൻ എന്നുള്ളത്. ഇബ്നുൽ അമീദ് അറിയപ്പെടുന്നത് എന്താണ്? ജാഹിൽ സാനി എന്ന പേരിൽ കൂടി ഇത് അറിയപ്പെടാറുണ്ട്. ഓക്കെ,
നെക്സ്റ്റ് ചോദ്യം. ഉസ്ലൂബുഹു അൽബുൽ മൗലിദ് സ്വാഫി അദ്ദീബാജ യുസ്ബി അൽ മഷാഇർ വയഫ്അലു ബിൽ അൽബാബി ഫിഅല സിഹർ. ഖാല ഹസ്സനിയ്യാത്ത്. ഹസ്സനിയ്യാത്ത് ആരെ കുറിച്ചാണ് ഈ പരാമർശം നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. സാഹിബിൻ അബ്ബാദ്, ഇബ്നുൽ അമീദ്, ജാഹിൽ, അബ്ദുൽ ഹമീദ്. അദ്ദേഹത്തിന്റെ ശൈലി എന്ന് പറയുന്നത് വളരെ ആകർഷണീയമാണ്. അൽബുൽ മൗരിദുൽ സ്വാഫി ദീപാക്ഷത്തിന് തെളിഞ്ഞ ഉറവ വരുന്നത് പോലെ, പൊട്ടി എന്താണ് ഒലിക്കുന്നത് പോലെ ഉള്ള ഒരു ശൈലിയാണ് അദ്ദേഹത്തിൻ്റെത്. അതുപോലെ വികാരങ്ങൾ എന്താവും, നമ്മുടെ ഉള്ളു ഹൃദയങ്ങൾ എന്താവും, പിന്നെ മാസ്മരികമായി സ്പർശിക്കുന്നതുമാണ് എന്നാണ് പറയുന്നത്. അതാരെക്കുറിച്ചാണ് ഹസ്സനിയ്യാത്ത് ഇത്തരമൊരു പരാമർശം നടത്തിയത് എന്നാണ് ചോദ്യം. സ്വാഹിബിൻ അബ്ബാദ്, ഇബ്നുൽ അമീദ്, അൽ ജാഹിൽ, അബ്ദുൽ ഹമീദ് അൽ കാത്തിബ്. എല്ലാവരും ആൻസർ പറയണേ, തെറ്റിയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. സാറേ ക്വസ്റ്റ്യന്റെ മീനിങ് ഒന്നും കൂടി പറഞ്ഞുതരാം. അദ്ദേഹത്തിന്റെ ശൈലി എന്ന് പറയുന്നത് തെളിഞ്ഞൊഴുകുന്ന ഉറവ പോലെയാണ്. അതുപോലെ തന്നെ ഹൃദയങ്ങളെ നമ്മൾ എന്താണ് പിടിച്ചുലക്കുന്ന ഒരു മാസ്മരികത കൂടി അദ്ദേഹത്തിന്റെ രചനക്കുണ്ട് എന്ന് പറയുന്നു. ഇതാരാണ് പറഞ്ഞത് എന്നാണ് ചോദ്യം. സ്വാഹിബിൻ അബ്ബാദ്, ഇബ്നുൽ അമീദ്, അൽ ജാഹിൽ, അബ്ദുൽ ഹമീദ് അൽ കാത്തിബ്. ഓക്കെ, നമുക്ക് നോക്കാം. ഓപ്ഷൻ ഡി, അബ്ദുൽ ഹമീദ് യഹ്യ അൽ കാത്തിബിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അബ്ദുൽ ഹമീദ് അൽ കാത്തിബിനെ കുറിച്ചാണ് ഹസ്സനിയ്യാത്ത് ഇത്തരമൊരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത്. നെക്സ്റ്റ് ചോദ്യം. هو شاعر ناصر وهو في كليهما قد ضرب بسهم بعيد المرمى. അദ്ദേഹം ഗദ്യകാരനും പദ്യകാരനുമാണ്. കവിയുമാണ്, ഗദ്യത്തിലൊക്കെ രചന നിർവഹിക്കുന്ന ആളാണ്. രണ്ടിലും അദ്ദേഹം എന്തായിട്ടുണ്ട്, വലിയ ഉന്നതങ്ങൾ എന്തായിട്ടുണ്ട്, താണ്ടിയിട്ടുണ്ട് എന്ന് പറയുന്നത് ആരെ കുറിച്ചാണ്? ബദിഉൽ സമാൻ അൽ ഹമദാനി, ഖവാരിസ്മി, അൽ ഹരീരി, അസ്സമഖ്ശരി. ആരെക്കുറിച്ചാണ് പറയുന്നത്? അദ്ദേഹം എന്താണ്, കവിയുമാണ്, ഗദ്യകാരനുമാണ് എന്നാണ് പറയുന്നത്. ഓപ്ഷൻസ് ബദിഉൽ സമാൻ അൽ ഹമദാനി, അൽ ഖവാരിസ്മി, അൽ ഹരീരി, അസ്സമഖ്ശരി. ഇത് നോക്കാം. ഓപ്ഷൻ എ ആണ് ആൻസർ. ബദിഉൽ സമാൻ അൽ ഹമദാനിയെ കുറിച്ചാണ്. ബദിഉൽ സമാൻ അൽ ഹമദാനിയെ കുറിച്ചാണ് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് കേട്ടോ. മാറിപ്പോയത് ബദിഉൽ സമാൻ അൽ ഹമദാനിയെ കുറിച്ചാണ്. നെക്സ്റ്റ് ചോദ്യം. ഷിഅറുഹു കനസ്രിഹി ഫിൽ കൽഫി ബിൽ ബദീഇ വൽ ഇനായത്തി ബി അൽസാൽ. ഷിഅറുഹു കനസ്രിഹി, അദ്ദേഹത്തിന്റെ കവിതയും എന്താണ്, അദ്ദേഹത്തിന്റെ ഗദ്യം പോലെ തന്നെ. ഫിൽ കൽഫി ബിൽ ബദിഅ, പുതുമ അവതരിപ്പിക്കും, പക്ഷെ അതിൽ ഭയങ്കര എന്തായാലും കെട്ടിക്കൊടുക്കും, പ്രയാസങ്ങളൊക്കെ ഉള്ളതാണ് എന്ന് പറയുന്നു. അതിലെ വാക്കുകൾക്കാണ്, പ്രാസമൊപ്പിക്കാനാണ് അദ്ദേഹം കൂടുതലും അതിൽ ശ്രമിച്ചിട്ടുള്ളത് എന്ന് പറയുന്നു. ഹരീരി, ബദിഉൽ സമാൻ അൽ ഹമദാനി, ജാഹിൽ, ഖാദി അൽ ഫാലിൽ. ഇതാരെ കുറിച്ചുള്ളതാണ് എന്നാണ് ചോദ്യം. വ്യത്യസ്തമായ ആൻസറുകൾ വരുന്നുണ്ട്. നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ആണ്, ഹരീരിയെ കുറിച്ചാണ് കേട്ടോ. ഹരീരിയെ കുറിച്ചാണ്. ഓക്കെ, മുക്കാമയിലുള്ള ഹരീരിയെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ നസറും ഷെയറും ഒരേപോലെ എന്താണ്, വളരെ കുൽഫത്തുള്ള, പ്രയാസമുള്ളതാണ് എന്നുള്ളതാണ്. മക്കാമയെ കുറിച്ച് ചില നാക്കദീങ്ങൾ അഭിപ്രായപ്പെട്ടത് ഭാഷയിൽ അതിന്റെ സ്വസിദ്ധമായ ഒഴുക്കിനെ, അതിന്റെ ജസാലത്തിനെയൊക്കെ തടസ്സം സൃഷ്ടിച്ച ഒരു രചനയായിട്ടാണ് മക്കാമയെ പലരും പരിചയപ്പെടുത്തിയത് ഈ കാലത്ത്. മക്കാമ സാഹിത്യത്തിന് സംഭാവന ചെയ്തതിനേക്കാൾ കൂടുതൽ ഭാഷയിൽ എന്തായി, അവർ പ്രാസമൊപ്പിക്കാൻ വേണ്ടി വാക്കുകൾക്ക് ഇല്ലാത്ത അർത്ഥങ്ങളൊക്കെ കൽപ്പിച്ചു കൊടുക്കുകയും പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ ചമക്കുകയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് മക്കാമയെ അതിനിഷിദ്ധമായി വിമർശിച്ച നാക്കദീങ്ങളും ഉണ്ട്. കൂട്ടത്തിൽ അവർ ഏറ്റവും കൂടുതൽ ആക്രമിച്ച ഒരാൾ ഹരീരിയാണ് എന്നുള്ളത് ശ്രദ്ധേയമാണ്. നെക്സ്റ്റ് ചോദ്യം. قوي الثقة بالنفس لا يعرف الحوادث في الدين ولا المرونة في الدنيا. عمر بن الخطاب, علي بن أبي طالب, معاوية, عثمان رضي الله عنهم. ഇതാരെ കുറിച്ചാണ് പറയുന്നത്? وقوي الثقة بالنفس, വളരെ ആത്മധൈര്യമുള്ള ആളാണ്. لا يعرف الحوادث في الدين ولا المرونة في الدنيا.
ദീനിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയോ ദുനിയാവിന്റെ വിഷയത്തിൽ നേരെ തിരിച്ച് ദുനിയാവിന്റെ വിഷയത്തിൽ ഒരു എന്താ പറയാ വിട്ടുവീഴ്ച ഒരു മനോഭാവമോ ദീനിന്റെ വിഷയത്തിൽ അമിതമായ ഒരു ഇതോ അദ്ദേഹം അഞ്ചിന്റെ അടുക്കൽ നിന്ന് അറിയപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഒക്കെ നമുക്ക് നോക്കാം. അലി റളി അള്ളാഹുവിനെ കുറിച്ചാണ്. അലി റളി അള്ളാഹുവിനെ കുറിച്ചാണ് പലപ്പോഴും വന്നിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കൂടിയാണ്. നെക്സ്റ്റ് ചോദ്യം 2021 കിടക്കാണ്. ഖാൻ അബ്ദുൽ ഹമീദ് അൽ കാത്തിബ് അലി, മർവാൻ ബിൻ മുഹമ്മദ്, ഹജ്ജാദ് ബിൻ യൂസുഫ്, അബ്ദുൽ മലിക്, ഉമർ ബിൻ അബ്ദുൽ അസീസ് ആരുടെ എഴുത്തുകാരനായിരുന്നു അബ്ദുൽ ഹമീദ് യഹ്യ അൽ കാത്തിബ് എന്ന് പറയുന്നത്? മർവാൻ ബിൻ മുഹമ്മദ്, ഹജ്ജാദ് ബിൻ യൂസുഫ്, അബ്ദുൽ മലിക് ബിൻ മർവാൻ, ഉമർ ബിൻ അബ്ദുൽ അസീസ്. ഓക്കെ, നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ആണ് ആൻസർ അല്ലെ. മർവാൻ ബിൻ മുഹമ്മദിന്റെ എഴുത്തുകാരനായിരുന്നു. വിശദമായി നമ്മളത് പറഞ്ഞു എന്തൊക്കെയാണെന്നുള്ളത്. നെക്സ്റ്റ് ചോദ്യം. ഇന്നി ലഅറാ റഊസൻ ഖദ് ഐനഅത് വഹാന ഖിതാഫുഹ വഇന്നി ലസ്വാഹിബുഹ. ഇതാരുടെ പ്രസംഗത്തിലുള്ള വിഖ്യാതമായ വരികളാണ്? സിയാദ് ബിൻ അബീഹി, ഹജ്ജാജ് ബിൻ യൂസുഫ് അസ്സഖഫി, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, താരിഖ് ബിൻ സിയാദ്. ആരുടെ പ്രസംഗത്തിൽ നിന്നുള്ള വിഖ്യാതമായ വരികളാണ് ഇത് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ വരികളാണ് അല്ലെ. കുഫക്കാരിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറയുന്നതാണ്. യാ അഹ്ല കൂഫ ഇന്നി ലഅറാ റഊസൻ ഖദ് ഐനഅത് വഹാന ഖിതാഫുഹ വഇന്നി ലസ്വാഹിബുഹ വകഅന്നി അൻദുറു ഇല അദ്ദമാഇ ബൈനൽ അമാഇനി വൽ ലഹ്യ. എന്നൊക്കെ പറഞ്ഞ നമ്മൾ പഠിച്ച പ്രസംഗം തന്നെയായിരിക്കും, സൂചിപ്പിച്ചെന്ന് മാത്രം. നെക്സ്റ്റ് ചോദ്യം. സുഹ്ഫുൽ ഖുർആൻ അല്ലതി ജുമഅത് ഫി അഹ്ദി അബീ ബക്കർ റളിയല്ലാഹു അൻഹു കാന മുവദ്ദിഅതൻ ഇൻദ. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്ത് ഖുർആൻ പരിഷ്കരിച്ചു, രണ്ടാമത് ക്രോഡീകരിക്കുന്നുണ്ട്. ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലത്ത് ക്രോഡീകരിച്ച് വിവിധ നാടുകളിലേക്ക് അയച്ച ഖുർആനുകളൊക്കെ തിരിച്ചു വിളിക്കുന്നുണ്ട്. ആ ഖുർആനിന്റെ ഒരു പ്രതി പിന്നീട് അവശേഷിക്കുന്നുണ്ട്. അത് ആരുടെ അരികിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് ചോദ്യം. ആയിഷ റളിയല്ലാഹു അൻഹ, സഫിയ റളിയല്ലാഹു അൻഹ, ഹഫ്സ റളിയല്ലാഹു അൻഹ, സൈനബ് റളിയല്ലാഹു അൻഹ. ഇവരിൽ ആരുടെ പക്കലാണ് ആ ഖുർആനിന്റെ പ്രതി ബാക്കിയായി ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഈ പ്രതിയെ പറ്റി പിന്നീട് ഇപ്പോഴും പല ആളുകളും ഖുർആനിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാറുണ്ട് എന്നുള്ളതാണ്. ഈ പ്രതി പിന്നീട് കണ്ടെടുക്കുകയും അത് കരിച്ചു കളയൊക്കെ ചെയ്തു എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. അല്ലാഹു അലം. ഓക്കെ, നമുക്ക് നോക്കാം. ഹഫ്സ റളിയല്ലാഹു അൻഹ അല്ലെ, ഉമറിന്റെ ധീരപുത്രി ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ അരികിലായിരുന്നത് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. റദ്ദുൽ ജാഹിൽ ഫിൽ ജുസ്ഇ الثالث لكتابه البيان والتبيين الشعوبية الزندقة المعتزلة المرجئة. വിവിധ കാലഘട്ടങ്ങളിൽ ഇസ്ലാമിക ചരിത്രത്തിൽ ഉയർന്നു വന്ന അവാന്തര വിഭാഗങ്ങളാണ് ഈ ഷഊബിയയും സിന്ദഖയും മുഅ്തസിലയും മുർജിഅയൊക്കെ. ഇവരൊക്കെ അതാത് കാലങ്ങളിൽ വലിയ വിപ്ലവങ്ങളും പ്രതിസന്ധികളും ഒക്കെ എന്തായിട്ടുണ്ട്, സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ഏത് വിഭാഗത്തിനാണ് ജാഹിൽ തന്റെ അൽ ബയാൻ വത്തബീൻ എന്നുള്ള വിഖ്യാതമായ രചനയുടെ 3-ാം വള്യത്തിൽ മറുപടി പറയുന്നത് എന്നാണ് ചോദ്യം. الشعوبية الزندقة المعتزلة المرجئة. നമുക്ക് നോക്കാം. ഷഊബിയ ആണ് അല്ലെ. ഷഊബിയക്കാർക്കെതിരെയാണ് മറുപടി പറയുന്നത്. ഷഊബിയ എന്ന് പറയുന്നത് ആദ്യ കാലഘട്ടത്തിൽ ഇസ്ലാം വിവിധ ദേശങ്ങളിലേക്ക് പ്രചരിക്കുകയും അതിനെ തുടർന്ന് വിവിധ നാടുകളിലെ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്തു. അതിൽ പേർഷ്യക്കാരുണ്ട്, റോമക്കാരുണ്ട്, വിവിധ വിഭാഗങ്ങളായിട്ടുള്ള
സാമൂഹിക സാംസ്കാരിക വൈവിധ്യങ്ങൾ കടന്നു വരുന്ന ആളുകളൊക്കെ അതിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇസ്ലാമിലേക്ക് കടന്നു വന്നു, അവർക്ക് ഏകോദര സഹോദരന്മാരായി കഴിഞ്ഞുകൂടുന്നു. സ്വാഭാവികമായും സാംസ്കാരിക വൈചാത്യങ്ങൾ അവർക്കിടയിലുണ്ട്, കലാപരമായ സംഘടനകൾ അവർക്കിടയിൽ നടക്കുന്നു. അതിന്റെ തുടർച്ചയായിട്ട് അവരൊരു വാദം ഉന്നയിക്കുന്നു. അറബികളുടെ കലകൾക്കോ സാഹിത്യത്തിനോ സംസ്കാരത്തിനോ പ്രത്യേകിച്ചൊരു മേന്മയോ മഹത്വമോ ഇല്ല എന്നുള്ള വാദം അവർ ഉന്നയിച്ചു തുടങ്ങുന്നു. പിന്നീട് ആ വാദം അതീവ്രമായ രൂപത്തിലേക്ക് പോവുകയും അറബികളുടെ കലക്കോ സാഹിത്യമോ ഒന്നുമല്ലാത്ത രൂപത്തിൽ അതിനെ തീർത്തും അടിച്ചാക്ഷേപിക്കുന്ന രൂപത്തിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. ഇവരാണ് ഷൗബിയക്കാർ എന്ന് പറയുന്നത്. അപ്പോ അവർക്ക് ആദ്യമായിട്ട് മറുപടി പറയുന്നവരാണ് ജാഹലാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇന്നും ഇസ്ലാമിക ചരിത്രത്തിൽ ചില പിൽക്കാലത്ത് ഉയർന്നു വന്ന വാദഗതികൾ കാണാം. ഇസ്ലാമിക വൈജ്ഞാനിക പ്രസരണത്തിൽ മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് പേർഷ്യയിൽ നിന്നുള്ള പണ്ഡിതന്മാരായിരുന്നു എന്നുള്ള വാദങ്ങളൊക്കെ ഉന്നയിക്കുന്ന ധാരാളം ചരിത്ര പുസ്തകങ്ങളും ഇന്നും നമുക്ക് വായിക്കാൻ കിട്ടും എന്നുള്ളതാണ്. വലിയ സംവാദങ്ങൾ നടന്നൊരു ഭാഗമാണത്. ഏതായാലും ജാഹിദ് അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ജുസിലാണെന്നത് എന്താവുന്നത് മറുപടി പറയുന്നുണ്ട്. ഫഖുരിയിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, അറാദ അയ്യറുദ്ദ അഷ്ഉബിയ ഫിൽ ജുസ് ഇസ്സാനി എന്ന സ്റ്റേറ്റ്മെന്റ് കാണാം. അതായത് രണ്ടാം വാള്യത്തിൽ മറുപടി പറയാൻ ജാഹിൽ എന്തായിരുന്നു ഉദ്ദേശിച്ചിരുന്നു, പക്ഷെ അവിടെ മറുപടി പറയുന്നില്ല. യഥാർത്ഥത്തിൽ മറുപടി പറയുന്നത് എവിടെയാണ്? മൂന്നാമത്തേതിലാണ് കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ ഫഖൂർ നോക്കുമ്പോൾ കൺഫ്യൂസ്ഡ് ആയേക്കാം, അതുകൊണ്ട് സൂചിപ്പിച്ചു എന്ന് മാത്രം. മൂന്നാമത്തേതിലാണ് കൃത്യമായിട്ട് ജാഹിൽ ഉണ്ടാവുന്നത്, ഷൗബിയക്കാർക്ക് മറുപടി പറയുന്നത്. നെക്സ്റ്റ് ചോദ്യം, അഖ്തബുൽ മുസ്ലിമീന ബിൽ ഇജ്മാ വ ഇമാം അൽ മുൻഷിഈൻ ജാബിർ ബിൻ യൂസുഫ് അസ്സഖഫി, സിയാദ് ബിൻ അബി, അലി ബിൻ അബി ത്വാലിബ്, ഉമർ ബിൻ ഖത്താബ്. അഖ്തബുൽ മുസ്ലിമീന ബിൽ ഇജ്മാ വ ഇമാം അൽ മുൻഷിഈൻ. ഓക്കെ, നമുക്ക് നോക്കാം. ആരാണ്? അലി റളിയല്ലാഹു അൻഹു അല്ലേ? അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. നെക്സ്റ്റ് ചോദ്യം, ലുഖബ ബിൽ ജാഹിൽ സാനി. ജാഹിൽ സാനി എന്നറിയപ്പെടുന്ന ആര്? കുറെ തവണ നമ്മളത് ചർച്ച ചെയ്തു. പെട്ടെന്ന് ആൻസർ പറയണം. ജാഹിൽ സാനി എന്ന് അറിയപ്പെടുന്നത് ആര്? ഓക്കെ, നമുക്ക് നോക്കാം. ഓപ്ഷൻ ഡി അല്ലെ, ഇബ്നുൽ അമീദാണ്. നമ്മൾ വിശദമായി പറഞ്ഞതാണ്. നെക്സ്റ്റ് ചോദ്യം, ഇസ്തഹറ അൽ ഖാലി അൽ ഫാദിൽ. ഖാലി അൽ ഫാദിൽ എന്ന പേരിൽ പ്രസിദ്ധനായ വ്യക്തിത്വം ആര്? അതായത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് എന്തെന്നാണ് ചോദ്യം. അബുൽ ഫദൽ അഹ്മദ് ബിൻ ഹുസൈൻ, അബു അലി അബ്ദുറഹീം അൽ ബൈസാനി, മുഹമ്മദ് ബിൻ ഖാസിം ബിൻ അലി, അബൂബക്കർ മുഹമ്മദ് ബിൻ അബ്ബാസ്. ഇതിൽ ഖാലി ഒക്കെ നമുക്ക് നോക്കാം. കുറെ എയും ബി ഒക്കെയാണ് വരുന്നത്. ഓപ്ഷൻ ബി ആണ്, അബു അലി അബ്ദുറഹീം അൽ ബൈസാനിയാണ്. ഞാൻ തന്നെ ഈ ചർച്ചക്കിടയിൽ കുറെ തവണ പേര് പറഞ്ഞു. അങ്ങനെ അബു അലി മുജീറുദ്ദീൻ അബ്ദുറഹീം അൽ ബൈസാനി അങ്ങനെയൊക്കെ ഉണ്ട്. ജസ്റ്റ് പേര് ഒരു ധാരണ ഉണ്ടാക്കി വെക്കുക കേട്ടോ. അബു അലി അബ്ദുറഹീം അൽ ബൈസാനി എന്നാണ് പേര് കേട്ടോ. തെറ്റിപ്പോകരുതേ, കുറെ ആളുകളെ ആൻസർ പറഞ്ഞത് കണ്ടു. നെക്സ്റ്റ് ചോദ്യം, അന അഫ്സഹുൽ അറബ് ബൈദ അന്നി മിൻ ഖുറൈശ് വഇന്നി നശഅതു ഫീ ബനി സഅദ് ബിൻ ബക്കർ. ഇതാരുടെ വാചകമാണെന്നാണ് ചോദ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. أنا أفصح العرب بيد أني من قريش وإني نشأت في بني سعد بن بكر. قائله تأكيد المدح بما يشبه الذم എന്ന രൂപത്തിൽ പറയുന്ന കൂടി വരുന്നതാണല്ലോ ഇതല്ലേ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ് ഈ വാചകം.
ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. അയിനൽ ആബാ വൽ അജ്ദാദ് وأين الفراعنة الشداد ألم يكونوا أكثر منكم مالا وأطول آجالا تحنهم الدهر بكلكله ومزقهم بتتابله. സൂഖുക്കാവിൽ വെച്ച് തന്റെ പ്രഭാഷണത്തിൽ ആരാണ് ഈ വചക ഉദ്ധരിച്ചതെന്നാണ് ചോദ്യം അല്ലെ. ഐനൽ ആബാ വൽ അജ്ദാദ്, നിങ്ങളുടെ പ്രപിതാക്കന്മാരെവിടെ? ഐനൽ ഫറാഇനത്തു ഷദാദ്, അതിശക്തരാണെന്ന് ധരിച്ചു വച്ചിരുന്ന ഫറവോമാരൊക്കെ എന്നെവിടെയാണ്? അലം യകൂനു അക്സറ മിൻകും മാലൻ വഅത്വല ആജാലൻ, നിങ്ങളെക്കാൾ സമ്പന്നരും നിങ്ങളെക്കാൾ ആയുസ്സുള്ളവരുമായിരുന്നില്ലേ അവർ? എന്നിട്ടോ തഹ്നഹും ദഹുർ ബികൽകലി, കാലം അവരെന്താക്കി? പൊടിച്ചു കളഞ്ഞില്ലേ? തകർത്തു തരിപ്പണമാക്കി കളഞ്ഞില്ലേ? വമസ്ദഖഹും ബിത്തതാവുലി, വരെ ഛിന്ന ഭിന്നമാക്കി കളഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതാരാണ് ഇത് ചോദിച്ചത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് വന്നിരിക്കുന്നത് അൽ അക്സമു ബിൻ സ്വൈഫി, ഖുസ്സു ബിൻ സഈദത്തുൽ ഇയാദി, സിയാദ് ബിൻ അബീഹി, ഹജ്ജാജ് ബിൻ യൂസുഫ് അൽ സഖഫി. നമുക്ക് നോക്കാം. ഓപ്ഷൻ ബി ആണ് അല്ലെ, ഖുസ്സു ബിൻ സഈദ് അൽ ഇയാദിയുടെ പ്രസംഗമാണ് സൂഖ് ഉഖാദിൽ വെച്ച് അല്ലെ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ പ്രിയത്തോടുകൂടി റിവായത്ത് ചെയ്ത് ആളുകൂടിയാണ് ആര്? ഖുസ്സു ബിൻ സഈദ് അൽ ഇയാദ്. ജാഹിദ് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് എന്ത്? പിന്നെ ഇയാദ് ഗോത്രത്തിന് മറ്റു ഗോത്രങ്ങൾക്കില്ലാത്ത ഒരു പ്രത്യേകതയുണ്ട്. കാരണം എന്തായിട്ടുണ്ട്? അവരിലെ പ്രഭാഷകന്റെ പ്രഭാഷണം റിവായത്ത് ചെയ്ത ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്നുള്ളതാണ്. പിന്നീട് ഈ കാലത്ത് ഇയാദ് ഗോത്രക്കാർ വരുമ്പോഴൊക്കെ നബി തങ്ങൾ ചോദിക്കാറുണ്ട്, ഖുസ്സു ബിൻ സഈദെ അറിയാമോ എന്ന് ചോദിക്കാറുണ്ട്. എന്നിട്ട് നബി തങ്ങൾ തന്നെ പിന്നീട് പറയും, റഹ്മല്ലാഹു ഖുസ്സൻ, എന്താണ്? അള്ളാഹു ഖുസ്സനെ അനുഗ്രഹിക്കട്ടെ, എന്താണ്? നാളെ ഖിയാമത്ത് നാളിൽ അള്ളാഹു എന്താവട്ടെ, ഞങ്ങളെ ഇവരെ ഒരുമിച്ച് കൂട്ടട്ടെ എന്നുകൂടി ഖുസ്സിന് വേണ്ടി നബി തങ്ങൾ എന്തായിട്ടുണ്ട്? പ്രാർത്ഥിച്ചതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്. നെക്സ്റ്റ് ചോദ്യം. فصد لمناظرة لأبي بكر الخوارزمي وظهر عليه صاحب نباد حريري بديع الزمان الحمداني الجاحل. ഖവാറിസ്മിലെ വലിയ പണ്ഡിതനായി വിലസുന്ന ആളായിരുന്നു ആര്? അബൂബക്കർ ഖവാറിസ്മി. തന്നെ തോൽപ്പിക്കാൻ ആരുമില്ല എന്ന് വീമ്പിളക്കി പ്രഘോഷിച്ച് നടന്നിരുന്ന ആൾ കൂടിയായിരുന്നു. അങ്ങനെയാണ് താഴെ കൊടുത്തിരിക്കുന്ന ഒരു വ്യക്തിത്വം അവിടെ ചെല്ലുകയും അദ്ദേഹത്തെ പരാജയപ്പെടുത്തുകയും ചെയ്യുന്നത്. ഓപ്ഷൻസ് വന്നിരിക്കുന്നത് സാഹിബുൻ അബ്ബാദി അൽ ഹരീരി, ബദിഉസ്സമാൻ അൽ ഹമദാനി, അൽ ജാഹിൽ. സിന്ധയാത്തിലൊക്കെ ഈ സംഭവം പറയുന്നുണ്ട്. വളരെ ചുരുക്കി ഒറ്റ നോട്ടത്തിൽ വായിച്ചു തീർക്കാവുന്നതേ. നമുക്ക് നോക്കാം. ബദിഉസ്സമാൻ അൽ ഹമദാനി കേട്ടോ. ബദിഉസ്സമാൻ അൽ ഹമദാനിയാണ് ഖവാറിസ്മി എന്താവുന്നത്? പരാജയപ്പെടുത്തുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. വലുത അബ്ദുറഹീം أبو علي عبد الرحيم البيساني بمدينة أسقلان من بلاد فلسطين واشتهر باسم قاضي الفاضل ابن العميد صاحب نبات جاحل. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു നോക്കുന്നത്. നേരത്തെ എല്ലാവരും ആൻസർ പറയുന്നത് ശരിയാണ്, ഓപ്ഷൻ എ ആണ്. നേരത്തെ പിന്നെ ഖാദി അൽ ഫാദിലിന്റെ യഥാർത്ഥ പേരെന്തെന്ന് ചോദിച്ചു. പിറ്റേ തവണ നടന്ന എക്സാമിൽ എന്ത് ചോദിച്ചു? അദ്ദേഹത്തിന് ഒറിജിനൽ പേര് എന്നിട്ട് ഇദ്ദേഹം പ്രശസ്തനായത് ഏത് പേരിലാണെന്ന് ചോദിച്ചു. തിരിച്ചു മറിച്ചൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണത്. വളരെ ഈസിയാണ്. ഖാദി അൽ ഫാദിലാണ്. സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ പിന്നെ മന്ത്രിയാണ്. അതൊക്കെ നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് ചോദ്യം. ലുഖബ ബിൽ ജാഹിൽ സാനി, എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് വന്നതാണ് അല്ലേ. ഇബ്നുൽ മുഖഫ, ഇബ്നുൽ അമീദ്, സാഹിബ് അബ്ബാദ്, അബ്ദുൽ ഹമീദ് അൽ കാത്തിബ്. ജാഹിൽ സാനി എന്ന പേരിൽ അറിയപ്പെടുന്നത് അറിയും. നമുക്ക് നോക്കാം. ഇബ്നുൽ അമീദ് ആണ് അല്ലെ, നമ്മൾ വിശദമായി ചർച്ച ചെയ്തതാണ്. നെക്സ്റ്റ് ചോദ്യം. ലൈസ മിൻ ഖുതബാഇൽ അസ്റിൽ ജാഹിലി, ജാഹിലിയ കാലഘട്ടത്തിലെ പ്രഭാഷകന്മാരിൽ പെടാത്തതായി ഹക്കീം ത്വാഇ, ഖൈസ് ബിൻ സുഹൈർ അൽ അബ്സി, അക്സം ബിൻ സ്വൈഫി അത്വമീമി, അൽ ഹാരിസ് ബിൻ ഉബാദ അൽ ബക്കരി. ഇതിൽ ഖുതബ ലൈസ മിൻ ഖുതബാഇ അസ്റിൽ ജാഹിലി എന്നാണ് ചോദ്യം കേട്ടോ. ഹക്കീം ത്വാഇ, ഖൈസ് ബിൻ സുഹൈർ അൽ അബ്സി, അക്സം ബിൻ സ്വൈഫി അത്വമീമി, അൽ ഹാരിസ് ബിൻ ഉബാദ അൽ ബക്കരി. നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ആണ്, ഹാത്തിം ത്വാഇ ആണ് കേട്ടോ. അദ്ദേഹം കവിയാണ്, ഷായറാണ്, എന്തല്ല തത്വീബല്ല എന്ന് പറയാം. നെക്സ്റ്റ് ചോദ്യം.
ഉരീദു അൻ ഉദാവി ബികും വഅൻതും ദാഇ കനാഖിഷ് ശൗകത്തി ബിശൗക വഹുവ യഅലമു അൻ വലഅഹ മഅഹ. ഇതാരുടെ പ്രഭാഷണത്തിൽ നിന്നുള്ള വരികളാണെന്നാണ് ചോദ്യം. താരിഖ് ബിൻ സിയാദ്, ഹജ്ജാജ് ബിൻ യൂസുഫ് അസ്സഖഫി, സിയാദ് ബിൻ അബീഹ്, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഉരീദു അൻ ഉദാവി ബികും വഅൻതും ദാഇ, ഞാൻ നിങ്ങൾ എന്താണ് പിന്നെ ചികിത്സിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു, നിങ്ങളെന്താണ് എന്റെ രോഗികളാണ്. അതുപോലെ കനാഖിഷ് ശൗകത്തി ബിശൗക്, മുള്ളിനെ മുള്ളു കൊണ്ടെടുക്കുന്നത് പോലെ. വഹു യഅലമു അൻ വലഅഹ മഅഹ, ഇത് എവിടെയാണുള്ളതെന്ന് അവന് കൃത്യമായി അറിയും എന്നൊക്കെ പറയുന്നത്. ഏത് പ്രഭാഷണത്തിൽ ആര് പറയുന്നതാണ് എന്നുള്ളതാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ പ്രഭാഷണമാണ്. ഇത് എവിടെ വെച്ച് നടത്തിയ പ്രഭാഷണമാണെന്ന് നോക്കിയിട്ട് കണ്ടിട്ടില്ല കേട്ടോ, ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. لا تشاور مشغولا وإن كان حازما ولا جاعيا وإن كان فخما ولا مذعورا وإن كان ناصحا. ഇതാരുടെ വാക്കുകളാണ് എന്നുള്ളതാണ്. ഉസ്ബിൻ സായിദത്തുൽ ഇയാദി, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, താരിഖ് ബിൻ സിയാദ്, സിയാദ് ബിൻ അബി. ഇതാരുടെ വാക്കുകളാണ്, ഹിക്മത്തുകളാണ് എന്നാണ് ചോദ്യം. ലാ തുഷാവിർ മഷ്ഗൂലൻ വഇൻ കാന ഹാസിൻ, ബിസി ആയിരിക്കുന്ന ആളോട് എന്തായാലും കാര്യങ്ങൾ ചർച്ച ചെയ്യും. അത്ര ആത്മധൈര്യമുള്ള കാര്യങ്ങൾ കേൾക്കാൻ സന്നദ്ധനാണെങ്കിൽ. വലാ ജായൻ വഇൻ കാന ഫഹ്മൻ, വിശന്നിരിക്കുന്നവനോട്, കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശേഷിയുള്ള ആളാണ് പക്ഷെ വിശന്നിരിക്കുന്ന അവസ്ഥയിൽ അവനോട് കാര്യങ്ങൾ പറയണ്ട. വലാ മദഊറൻ വഇൻ കാന നാസിഹൻ, ഉസറുള്ള അവസ്ഥയിൽ അത് നല്ല നാസി ഗുണകാംക്ഷിയാണെങ്കിൽ പോലും അവനോട് എന്താവേണ്ടതില്ല, കാര്യങ്ങൾ പറയേണ്ടതില്ല എന്ന് പറയുന്നു. ഇതാരുടെ വാചകമാണെന്നാണ് ചോദ്യം. യെസ്, ഓപ്ഷൻ എ ഉസ്ബിൻ സായിദത്തുൽ ഇയാദിയുടെ എന്താണ് ഹിക്മത്തുകളാണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. هو كان خطيبا بارئا وفارسا معروفا له خطبه ومواعظه نجد فيها القضايا الدينية. بارئا وفارسا معروفا له خطبه قضايا الدينية وجولات إيمانية رائعة والموضوعات اللاهوتية والفلسفية. زياد بن أبيه، حجاج بن يوسف الثقفي، علي بن أبي طالب, عمرو بن كلثوم التغلبي. അമർ ഇബ്നു കുൽസൂം തഗ്ലബി വലിയ പ്രഭാഷകനാണ് കേട്ടോ. നമ്മുടെ ഷൗഖി ലൈഫിൽ അമർ ഇബ്നു കുൽസൂമിനെ തഗ്ലബിയെ നോക്കിയാൽ എന്താണ് ഖത്തീബന്മാരുടെ കൂട്ടത്തിൽ കണ്ടെത്താൻ കഴിയുക, ഷായറിലല്ല ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അദ്ദേഹം വലിയ പ്രഭാഷകനായിരുന്നു എന്നുള്ളത്. അതുകൊണ്ടുകൂടിയാണ് 15-ാം വയസ്സിൽ തന്റെ കൗമിനെ അദ്ദേഹം സാദ ഖൗമഹു ഫി ഖംസതി അശറ സന എന്ന് പറഞ്ഞില്ല, 15-ാം വയസ്സിൽ തന്റെ കൗമിനെ നയിച്ച നായകൻ കൂടിയാണ് ആര്, അംർ ഇബ്നു കുൽസൂം തഗ്ലബി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അലി റളിയല്ലാഹു, ജസ്റ്റ് ഈ വാചകങ്ങൾ നോക്കിയാൽ തന്നെ കാണാൻ മതപരമായ വിഷയങ്ങളും അത് മറ്റു കാര്യങ്ങളൊക്കെ ജൗലാത്തുൽ ഈമാനിയ എന്നൊക്കെ പറഞ്ഞാൽ തന്നെ അങ്ങോട്ട് കണക്ട് ചെയ്യാൻ, അലി റളിയല്ലാഹു അൻഹുവിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നെക്സ്റ്റ് ചോദ്യം. അനബ്നു ജല വതൽനാഉ സനായ മത അൽ ഇമാമത തഅരിഫൂനി. ഇതാരുടെ വാചകമാണ് എന്നുള്ളതാണ്. ആൻസർ, എല്ലാവരും ആൻസർ പറയണേ. النبل جل وطلع الثنايا متى الله الإمامة تعرفني. هذا البيت قائله دارد واجهمن حجاج بن يوسف الثقفي, طارق بن زياد, زياد بن أبيه, علي بن أبي طالب رضي الله عنه. ഹജ്ജാജ് ബിൻ യൂസുഫ് അസ്സഖഫി, ഓപ്ഷൻ എ ആണ് ആൻസർ വരിക അല്ലെ. ഹജ്ജാജ് ബിൻ യൂസുഫ് അസ്സഖഫി, ഹജ്ജാജ് എന്താണ് പിന്നെ മെമ്പറിലേക്ക് കയറി പ്രസംഗിക്കാനിരിക്കുകയാണ്. അപ്പൊ ആളുകളൊക്കെ അടക്കം പറയുന്നുണ്ട്, എന്ത് ഈ കുള്ളനായ എന്താണ് മനുഷ്യനെയാണോ ബനൂ ഉമയ്യക്കാർ ഞങ്ങളുടെ ഭരണാധികാരിയായി അയച്ചിട്ടുള്ളത്, ബനൂ ഉമയ്യക്കാർക്ക് നാശം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പിറുപിറുക്കുന്നുണ്ട്. എന്തിനേറെ ഒരു കൂട്ടത്തിൽ ഒരാള് അദ്ദേഹത്തെ എന്താണ് പിന്നെ കല്ലെറിയാൻ പോലും തുനിഞ്ഞു വന്നു എന്നുള്ളതാണ്. എന്നിട്ട് ആളുകൾ എന്താണ് അദ്ദേഹത്തെ പിടിച്ചു നിർത്തി എന്നുള്ളതാണ്. ആ സമയത്ത് പ്രഭാഷണം തുടങ്ങുന്നതിന് മുമ്പ് ഹജ്ജാജ് പാടിയ വരികളാണ് അനബിനു ജല വതൽനാഉ സനായ
മത അൽ ഇമാമത തഅരിഫൂനി എന്നുള്ള ആ വരി. നെക്സ്റ്റ് ചോദ്യം. هو رائد نظام الرسائل الأدبية وتقاليد الكتابة الفنية. عبد الله المقصر، عبد الحميد الكاتب، أبو العناء السالم، جاحل. നമ്മൾ 2019 മുതൽ 23 ക്വസ്റ്റ്യൻസ് ആണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈ 2ാം യൂണിറ്റിലെ ക്വസ്റ്റ്യന്റെ ഒരു പൊതു സ്വഭാവം അധികം മാറ്റങ്ങൾക്ക് വിധേയമായിട്ടില്ല. ഒരേ പാറ്റേണിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസുമാണ് എന്ന് കൂടി കാണാൻ പറ്റും. 19 നിന്ന് മാറി 20, 21, 22, 23 എത്തുമ്പോഴേക്കെന്നാണ് ആ പഴയ രൂപത്തിലെ മക്കാമകൾ ഇതാരുടെ മക്കാമയാണ്, അത്രയും ചോദ്യങ്ങളൊക്കെ ഒഴിവായിട്ടുണ്ട് എന്ന് കൂടി നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും അല്ലേ. അതുകൊണ്ട് കൂടിയാണ് സൂചിപ്പിക്കുന്നത് 2ാം യൂണിറ്റിലെ ഒരു മാർക്കും നഷ്ടപ്പെടുത്തരുത് എന്നുള്ളതാണ്. അബ്ദുൽ ഹമീദ് അൽ ഖത്തീബാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെ വാക്കുകൾ ഇങ്ങനെ മാറ്റി ചോദിക്കുന്നു എന്നേ ഉള്ളൂ. റായിദു നിലാമുർ റസായിൽ അദബിയ വ തഖാലിദുൽ കിതാബത്തുൽ ഫന്നിയ അബ്ദുൽ ഹമീദ് അൽ ഖത്തീബ് തന്നെയാണ്. നെക്സ്റ്റ് ചോദ്യം നമുക്ക് നോക്കാം. മിൻ മുഅല്ലഫാത്തി ജാഹിൽ, ജാഹിലിന്റെ രചനകൾ ഏതാണ് എന്നുള്ളത് വളരെ ശ്രദ്ധിച്ച് ആൻസർ ചെയ്യാം. ജാഹിലിന്റെ രചനകൾ ഏത് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. യെസ്, ജാഹിലിന്റെ രചനകളിലെ ഓപ്ഷൻ ഡി ആണ് വരുന്നത് അല്ലെ. കിതാബുൽ മഹാസിൻ വൽ അൽദാദ്, കിതാബുൽ ബുഖലാ, അൽ ബയാൻ വത്തബീൻ, കിതാബുൽ ഹയവാൻ. മറ്റു 3 ഓപ്ഷനുകളിൽ ഇപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ നോക്കുമ്പോൾ കിതാബുൽ മഹാസിൻ വൽ അൽദാദ്, കിതാബുൽ ബുഖലാ, അൽ ബയാൻ വത്തബീൻ ഒക്കെ ജാഹിലാണ്. പക്ഷെ ഫിഹ്റസത്ത് എന്താണ്? ഇബ്നു നദീമിന്റെ രചനയാണ്. അതുകൊണ്ട് അത് തെറ്റി. ഓപ്ഷൻ ബിയിലേക്ക് വരുമ്പോൾ അദബുൽ കബീർ അബ്ദുല്ലാഹി മുഖഫൈന്റെ രചനയാണ്. ദുർറത്തുൽ ഖവാസ് ഫി ഔഹാമിൽ ഖവാസ് ആരുടെ രചനയാണ്? ഹരീരി. ഹരീരിയുടെ രചനയാണ്. യെസ്. ഓപ്ഷൻ സിയിൽ വരുമ്പോഴും ഫിഹ്റസത്തും അദബുൽ സഗീർ എന്ന് വന്നു. അതുകൊണ്ടാണ് തെറ്റ്. യെസ്. ഓക്കെ, ഓപ്ഷൻ ഡി കിതാബുൽ മഹാസിൻ വൽ അൽദാദ്, കിതാബുൽ ബുഖലാ, അൽ ബയാൻ വത്തബീൻ, കിതാബുൽ ഹയവാൻ. ഈ 4 പുസ്തകങ്ങളും മുൻപ് വന്ന ക്വസ്റ്റ്യൻസിലും ഓപ്ഷനിലൊക്കെ വന്നതായിട്ട് നമ്മൾ കണ്ടു. അത്തരം പുസ്തകങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ കൂടിയാണ് അവ എന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് ചോദ്യം. لماذا ضعفت الخطابة السياسية الحفلية في العصر العباسي؟ حلفية ما يقول حلفية ما نقول. تطور الشعر العباسي، تطور النثر العربي، سدل الحجب بين الخليفة والرعية، عدم وجود الخطباء الكبار في هذا العصر. എന്തുകൊണ്ടാണ് അബ്ബാസിയ കാലഘട്ടത്തിൽ പ്രഭാഷണങ്ങളെ ശോഷിച്ചു പോയത് എന്നാണ് ചോദ്യം. നിങ്ങൾ താരിഖുൽ അദബ് അറബ് പഠിച്ചവരാണ്. അവിടെ ഇതൊക്കെ ചർച്ച ചെയ്ത് പോയതാണ്. PG ടെക്സ്റ്റുകളിൽ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി ടെക്സ്റ്റുകളിലൊക്കെ ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് ഓർമ്മ. വ്യത്യസ്തമായ ആൻസറുകൾ ബി, സി, എ ഒക്കെ വരുന്നുണ്ട്. ഡി ആരും പറഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നില്ലേ, നിങ്ങൾ കാണാനിട്ടാന്നറിയില്ല. അബ്ബാസിയ കാലഘട്ടത്തിൽ പ്രഭാഷണങ്ങൾ ദുർബലമായി പോയത് എന്തുകൊണ്ടെന്ന്. അബ്ബാസിയ കാലഘട്ടങ്ങളിൽ പ്രഭാഷണങ്ങൾ ദുർബലമായി പോയത് എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. സദുൽ ഹജബ് ബൈനൽ ഖലീഫത്ത് വറഅയ, പ്രജകൾക്കും ഖലീഫമാർക്കിടയിൽ എന്താണ് ഒരു മറ രൂപപ്പെട്ടു എന്നുള്ളതാണ്. അബ്ബാസിയ കാലഘട്ടം 1-ാം നൂറ്റാണ്ട് എടുത്തു നോക്കി കഴിഞ്ഞാൽ, അത് കഴിഞ്ഞ് ശേഷം വരുന്ന 2-ാം നൂറ്റാണ്ട് ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ എന്താണ് പ്രജകളും ഭരണാധികാരികളും തമ്മിൽ വലിയ അന്തരം സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഒന്നാമത് രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഖലീഫക്ക് പേഴ്സണൽ സെക്യൂരിറ്റി പോലും ഏർപ്പെടുത്തുന്ന സിസ്റ്റം വരുന്നത് എപ്പോഴാണ്? പിന്നെ അബ്ബാസിയ കാലഘട്ടത്തിലാണ് എന്നുള്ളത്. കാരണം പരസ്പരം ഇവർക്ക് തമ്മിൽ എന്തില്ല, പിന്നെ വിശ്വാസം നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഖലീഫയുടെ അടുക്കിലേക്ക് പ്രവേശിക്കണമെങ്കിൽ പ്രധാനമായിട്ടും കാവൽക്കാരുടെ അനുമതി വാങ്ങിയാലേ പ്രവേശിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. അഖ്തലിന്റെ ഒക്കെ കഥ പറയുന്നിടത്ത് നമ്മൾ കാണാം, അഖ്തലിന് എന്തായിരുന്നു, നേരിട്ട് കയറി ചെല്ലാൻ അനുമതി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് ഉമവി കാലഘട്ടം മുതലേ തന്നെ ഈ പ്രശ്നം നടക്കുന്നത്. അതായത്
ഒന്ന് ഉമവി കാലഘട്ടത്തിൽ ഖവാരിജികളുടെയും ഷിയാക്കളുടെയും അവർ പേടിച്ചിരുന്നു. പിന്നീട് അബ്ബാസിയ കാലഘട്ടം വന്നപ്പോൾ സ്വന്തം സഹോദരന്റെ ചാരന്മാർ കുന്നുകളയുമോ എന്നുള്ള ഭയം അബ്ബാസികൾക്കിടയിൽ ഉണ്ടായിരുന്നു. അതിന് 3 ഘട്ടങ്ങളിലായിട്ടുള്ള സൈനികരൊക്കെ നിയമിച്ചിരുന്നു. രാജകൊട്ടാരത്തിന് വേറെ, പേഴ്സണൽ സെക്യൂരിറ്റി വേറെ, അങ്ങനെയുള്ള സൈനിക വിന്യാസങ്ങളും പോലീസ് സംവിധാനങ്ങളൊക്കെ അബ്ബാസിയ കാലഘട്ടം. അപ്പൊ ജനങ്ങളുമായി ഒരു അകന്നു കഴിയുന്ന ഒരു സിസ്റ്റം ആ കാലഘട്ടത്തിൽ രൂപപ്പെട്ടു വന്നിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പ്രഭാഷണങ്ങൾ എന്തായത് ഏറെക്കുറെ ചുരുങ്ങിപ്പോയത് എന്ന് കൂടി കാണാൻ കഴിയും. നെക്സ്റ്റ് ചോദ്യം നോക്കാം നമുക്ക്. ഇത് നമ്മൾ പറഞ്ഞ ഒരു ചോദ്യമാണ്. സോറി, റളിയല്ലാഹു അൻഹു ആണ് നിങ്ങൾ സൂചിപ്പിച്ചു. അടുത്തൊരു ചോദ്യം, സിയാദ് ബിൻ അബീഹി അൽഖ ഖുത്ബത്തുഹു അൽ മഅറൂഫ ബിൽ ബത്റ. തന്റെ വിശ്വപ്രസിദ്ധമായ ഖുത്ബത്തുൽ ബത്റ എവിടെ വെച്ചിട്ടാണ് സിയാദ് ബിൻ അബീഹി നടത്തുന്നത് എന്നതാണ്. കൂഫ, ബസ്വറ, ബഗ്ദാദ്, നജ്ഫ്. നമുക്ക് നോക്കാം. ബി ബസ്വറയിൽ വെച്ചിട്ടാണ് നടത്തുന്നത് കേട്ടോ. ബസ്വറയിൽ വെച്ചിട്ടാണ് സിയാദ് ബിൻ അബീഹി തന്റെ വിഖ്യാതമായ ഖുത്ബത്തുൽ ബത്റ എന്നുള്ള പ്രഭാഷണം നടത്തുന്നത് അല്ലെ. ബസ്വറ ഒരു കാലത്തൊന്നാണ് ബഗ്ദാദ് പട്ടണം രൂപപ്പെടുന്നതിന് മുമ്പ് ഇസ്ലാമിന്റെ ചാച്ചുല്യമായ വൈജ്ഞാനിക നവോത്ഥാനങ്ങൾ കൊണ്ട് പ്രശോഭിതമായ നഗരി കൂടിയായിരുന്നു ബസ്വറ എന്ന് പറയുന്നത്. അന്ന് എല്ലാ പണ്ഡിതന്മാരും അതുപോലെ തന്നെ വണിക്കുകളൊക്കെ ഒരുമിച്ച് കൂടിയ ഒരു പട്ടണം കൂടിയായിരുന്നു ബസ്വറ. പിൽക്കാലത്ത് ബഗ്ദാദ് രൂപപ്പെട്ടപ്പോൾ അതെന്തായി, അതിന്റെ പോയിഷൊക്കെ ആ ചരിത്രം ഒക്കെ എങ്ങോട്ട് മാറുന്നു, ബഗ്ദാദിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. ഓക്കെ, എന്തായാലും വിഖ്യാതമായ ബസ്വറയിൽ വെച്ചിട്ടാണ് സിയാദ് ബിൻ അബീഹി തന്റെ സുപ്രസിദ്ധമായ ഖുത്ബത്തുൽ ബത്റ നടത്തിയത് എന്ന് കാണാം. നെക്സ്റ്റ് ചോദ്യം, കിതാബുൽ മഹാസിൻ വൽ അൽദാദ് ആരുടെ രചനയാണ് എന്നുള്ളതാണ്. വളരെ ഈസിയാണ്. ഇബ്നുൽ അമീദ്, സ്വാഹിബിൻ അബ്ബാദ്, ജാഹിദ്, ഇബ്നുൽ മുഖഫ. ഇതിലാരുടെ രചനയാണ് കിതാബുൽ മഹാസിൻ വൽ അൽദാദ് എന്ന് പറയുന്നത്? കുറെ ചർച്ച ചെയ്ത് പോയതാണ് നമ്മൾ. സ്പീഡാക്കാണ്. ജാഹിദ്. ഓക്കെ, ഇവിടെ കറണ്ട് പോയിട്ടുണ്ട്, എന്റെ ലാപ്പിൽ ചാർജ് കുറവാണ്. കഴിയാനായി. നെക്സ്റ്റ് ചോദ്യം, ഖുത്തബാഇ അസ്റുൽ ജാഹിലി. ഖുസ്ബിൻ സഈദ് അൽ യാദി, ഉമർ ബിൻ ഖത്താബ്, അലി ബിൻ അബി ത്വാലിബ്, ഹജ്ജാജ് ബിൻ യൂസുഫ് അസ്സഖഫി. ജാഹിലിയ കാലഘട്ടത്തിലെ പ്രഭാഷകൻ ആര് എന്നുള്ളതാണ്. ഖുസ്ബിൻ സഈദത്തുൽ യാദി ആണ് ആൻസർ. നമുക്കറിയാം. നെക്സ്റ്റ് ചോദ്യം, അമീർ അബ്ദുൽ ഹമീദ് അൽ കാത്തിബ് عند معاوية بن يزيد, സുലൈമാൻ ബിൻ അബ്ദുൽ മലിക്, ഉമർ ബിൻ അബ്ദുൽ അസീസ്, മർവാൻ ബിൻ മുഹമ്മദ്. ഇതിനാരുടെ അരികിലാണ് അബ്ദുൽ ഹമീദ് അൽ കാത്തിബ് വർക്ക് ചെയ്തത് എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ അല്ലേ. നമ്മൾ കുറെ ചർച്ച ചെയ്ത് തുടക്കം മുതലേ ഇത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ചർച്ച ചെയ്ത്. നെക്സ്റ്റ് ചോദ്യം, അൽ ഖൗൽ ലില്ലാഹി ദർറു ഹാദൽ ഗുലാം ലൗ കാന അബൂഹു മിൻ ഖുറൈശിൻ ലസാഖൽ അറബു ബിഅസ്സാ. അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ആരെ കുറിച്ച് പറഞ്ഞ വാചകമാണ്? അല്ലാത്തൊരു കുട്ടി തന്നെയാണിത്. ആശ്ചര്യത്തോടുകൂടി അത്ഭുതത്തോടുകൂടി പറയാം. എന്റെ പിതാവെങ്ങാനും ഖുറൈശിയിൽപ്പെട്ട ആളായിരുന്നെങ്കിൽ ഇവരെന്തായനെ അറബികളെ ഇവന്റെ ഒറ്റ വടിയിൽ കോർത്ത് നടത്തിയേനെ, നയിച്ചേനെ എന്ന് പറയുന്നുണ്ട്. ആരെക്കുറിച്ചാണ് അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്നാണ് ചോദ്യം. ഖുസ്ബിൻ സഈദത്തുൽ ഇയാദി, സിയാദ് ബിൻ അബീഹി, ഹജ്ജാജ് ബിൻ യൂസുഫ് അസ്സഖഫി, താരിഖ് ബിൻ സിയാദ്. സിയാദ് ബിൻ അബീഹിനെ കുറിച്ചാണ് കേട്ടോ. സോറി, ഞാൻ 2 ക്വസ്റ്റ്യൻ പറഞ്ഞു. ആരെ കുറിച്ചാണ് പറഞ്ഞത് എന്നുള്ളതാണ്. ജാഹിലാണ് ഇത് മുമ്പ് ഒന്ന് ചർച്ച ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ ഭാഗം കൊടുക്കുന്നുണ്ട് കേട്ടോ.
നോക്കാം. ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, അതായത് ആദ്യം ജാഹിലാണ്, ശേഷം ഇബ്നുൽ അമീദാണ്, ശേഷം ബദിയുസ്സമാൻ ഹമദാനി, സാഹിബിൻ അബ്ബാദ്, സോറി നേരെ തിരിച്ചില്ല, സാഹിബിൻ അബ്ബാദ് മൂന്നാമത്, നാലാമത് ബദിയുസ്സമാൻ ഹമദാനി എന്നുള്ളതാണ്. നെക്സ്റ്റ് ചോദ്യം. ഒന്ന് സ്പീഡ് ക്യാൻസൽ ചെയ്യണേ, ലാപ്പ് ഇപ്പോൾ ഓഫ് ആകാൻ സാധ്യതയുണ്ട്. ബദിയുസ്സമാൻ ഹമദാനി കുറച്ചു കാലം ഒരാളുടെ കീഴിൽ പഠിച്ചിട്ടുണ്ട് ഇതിൽ കൂട്ടത്തിൽ. അത് ആരുടേതാണെന്നാണ് ചോദ്യം. അബ്ദുൽ ഹമീദ് അൽ കാത്തിബ്, ഖാദി അൽ ഫാദിൽ, സാഹിബിൻ അബ്ബാദ്, ഇബ്നുൽ അമീദ്. നമുക്ക് സ്വാഹിബിൻ അബ്ബാദിന്റെ കീഴിലാണ് ആര് പഠിക്കുന്നത്? ബദിയുസ്സമാൻ അൽ ഹമദാനി പഠിക്കുന്നത്. ഇവർ തമ്മിലുള്ള സൗഹൃദത്തെ തുടർന്നാണ് അദ്ദേഹത്തിന് അസ്വാഹിബ് എന്ന് പേര് കിട്ടുന്നത്. അസ്വാഹിബ് എന്നുള്ള പേര് സ്വീകരിച്ച ആദ്യത്തെ മന്ത്രി കൂടിയാണ് ഒരു സ്വാഹിബിൻ അബ്ബാദ്. പിന്നീട് അദ്ദേഹത്തിന് ശേഷം വന്ന മന്ത്രിമാരൊക്കെ ആ പേരെന്തായിട്ടുണ്ട്, അസ്വാഹിബ് എന്നുള്ള പേര് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് കൂടി നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. അയ്യന സൗദുൽ ഗൈറ സ്വഹീഹ്, തെറ്റായ ജോഡി ഏതാണ് കണ്ടെത്താനാണ്. ജാഹിദ് മഹാസിൻ അൽദാദ്, അബു തമാം ദീവാൻ ഹമാസ, ബദിയുസ്സമാൻ ഹംദാനി മഖാമ, യാഖൂത്ത് അൽ ഹമാവി അൽ ഖസായിസ്. ഓപ്ഷൻ ഡി ആണ് അല്ലെ, ഖസായിസ് ഇബ്നു ജിന്നിയുടേതാണ്. ഖസായിസ് ഇബ്നു ജിന്നിയുടേതാണ്. ഫിഖ്ഹുൽ ലുഗയാണ് ഇതിന്റെ മൗളൂഅ്. 6 യൂണിറ്റിൽ നമ്മൾ ഒന്നുകൂടി ചർച്ച ചെയ്യാം അല്ലെ. ഉസൂൽ ഫിഖ്ഹിനെ പോലെ തന്നെ എന്താണ് ഉസൂലുൽ ലുഗ ചർച്ച ചെയ്യുന്ന ഒരു പുസ്തകം കൂടിയാണ് ഇത് ഖസായിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ചോദ്യം. സിൽമ ഫിൽ അമൂദ് അലിഫ് മഅ ലുദ്ദിഹി ഫിൽ അമൂദ് ബ. മുഹമ്മദ് ഇബ്നു ഖാസിം ഇബ്നു ഹരീരി, അബ്ദുല്ലാഹി ഇബ്നു ഖഫൽ, അബുൽ ഫർദ് അൽ ഇസ്ഫഹാനി, ഇബ്നു അബ്ദ് റബ്ബ. الأدب الصغير، فقد الفريد، درة الغواص في أوهام الخواص، കിതാബ് അൽ അഗാനി. ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തു പോയ പുസ്തകങ്ങളാണ് കേട്ടോ. വളരെ ഈസിയാണ് അല്ലേ, വളരെ ഈസിയാണ്. യെസ്, ഓപ്ഷൻ ബി ആണ്. അലിഫ് 3 വരുന്ന ഒറ്റ ഓപ്ഷനുള്ളൂ. നോക്കി ഞങ്ങൾ മുഹമ്മദ് ഖാസിം ഹരീരി, അബ്ദുല്ലാഹി ഇബ്നു ഖഫൽ സഗീർ, അബുൽ ഫർദ് അൽ ഇസ്ഫഹാനി, കിതാബ് അൽ അഗാനി, ഇബ്നു അബ്ദ് റബ്ബ, ഫഖദുൽ ഫരീദ് എന്നുള്ളതാണ്. ഇത്രയുമാണ് ഇതുവരെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് കേട്ടോ. ശുക്രൻ ഹുസ്നി ഇസ്തിമാഇക്കും, ബാറക്കല്ലാഹു ലക്കും, ജസാക്കുമുല്ലാഹു ഖൈറൻ ഹസനൻ ജസാ. ഇപ്പൊ പൊതുവെ നിങ്ങൾ 2 യൂണിറ്റ് മൊത്തം വിഷയം ചെയ്ത മനസ്സിൽ ചെറിയ യൂണിറ്റ് കൂടി അതുകൊണ്ട് അതിലുള്ള ഒരു മാർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. എക്സാം കോണ്ടക്സിൽ വളരെ തന്ത്രപരമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു യൂണിറ്റ് കൂടിയാണിത്. എളുപ്പത്തിൽ ചെറിയ സമയം സ്പെൻഡ് ചെയ്ത് മാർക്ക് നേടാൻ പറ്റുന്ന ഒരു യൂണിറ്റാണ്. ഇൻഷാ അല്ലാഹ് ഇതുപോലെ ഈ കിതാബ് പഠിക്കുന്ന സമയത്ത് ഒരുപാട് കിതാബുണ്ട്, അപ്പൊ എല്ലാം പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, വളരെ പ്രധാനപ്പെട്ട ആദ്യത്തെ രചനകൾ, വിവാദമായ രചനകൾ, അവാർഡ് കിട്ടിയ രചനകൾ, തുലാസിയാത്ത്, ഹുമാസിയാത്ത് അങ്ങനെയുള്ള രചനകൾ, അത്തരം പുസ്തകങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പക്ഷെ അതൊക്കെ ഒരുപാട് ചോദിക്കാറുണ്ട്, അപ്പൊ അതിൽ നമ്മൾ പരിചയമില്ലാത്ത വരാറുണ്ട്.